الهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل وبارك على محمد وعلى آل محمد كما صليت وباركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أيها الإخوان والأخوات، أوصيكم وإياي أولا بنفسي بتقوى الله. وقد قال الله تعالى في القرآن العزيز: أعوذ بالله من الشيطان الرجيم، بسم الله الرحمن الرحيم. واذكروا نعمة الله عليكم وميثاقه الذي واثقكم به إذ قلتم سمعنا وأطعنا واتقوا الله إن الله عليم بذات الصدور. يا أيها الذين آمنوا كونوا قوامين لله شهداء بالقسط ولا يجرمنكم شنآن قوم على أن لا تعدلوا اعدلوا هو أقرب للتقوى واتقوا الله إن الله خبير بما تعملون. وعد الله الذين آمنوا وعملوا الصالحات ലഹും മഗ്ഫിറത്തുൻ വഅജ്റുൻ അളീം. സ്നേഹാദരവുകൾ നിറഞ്ഞ സഹോദരങ്ങളെ, സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കനുവദിച്ചിട്ടുള്ള ജീവിതം യഥാവിധി അള്ളാഹുവിൻ്റെ പൊരുത്തത്തിലാക്കി തീർക്കുവാനും അവനു തഖ്വ ചെയ്യേണ്ട മുറപ്രകാരം ജീവിതത്തിലുടനീളം മുത്തക്കികളായി ജീവിക്കുവാനും വേണ്ടി നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കുക. ജീവിതത്തിൽ നമുക്ക് പലതിനെക്കുറിച്ചും ഓർമ്മയുണ്ട്. പക്ഷേ ഏറ്റവും കൂടുതൽ ഓർമ്മയുണ്ടായിരിക്കേണ്ടത് എപ്പോഴാണെന്നറിയാത്ത നമ്മുടെ ഓരോരുത്തരുടെയും മരണത്തെക്കുറിച്ചായിരിക്കണം. ഏതൊരു സന്ദർഭത്തിലാണോ നമ്മൾ ഓരോരുത്തരും ആ മരണമാകുന്ന യാഥാർത്ഥ്യത്തിന് കീഴൊതുങ്ങി അള്ളാഹുവിൻ്റെ അരികിലേക്ക് തിരിച്ചു പോകുന്നത്, അത് ഒരു യഥാർത്ഥ മുസൽമാൻ്റെ മരണമാക്കി തീർക്കുവാനുള്ള പരിശ്രമമായിരിക്കണം ജീവിതത്തിലെപ്പോഴും നമ്മൾ കൈക്കൊള്ളേണ്ടത് എന്ന് ആദ്യമായി സ്വന്തത്തോടും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരോടും വസിയ്യത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കിയതുപോലെ ഒരു വിഷയം ഇസ്ലാം വളരെ പ്രാധാന്യത്തോടു കൂടി കണ്ടിട്ടുള്ള ഒരു വിഷയത്തെ ആസ്പദമാക്കിയിട്ടാണ് സംസാരിക്കാനുള്ളത്. ഏതൊരു വിഷയത്തെയും നമ്മൾ സമീപിക്കേണ്ടത് ഒന്നാമതായി അള്ളാഹുവിൻ്റെ ഖുർആൻ അത് സംബന്ധമായി എന്തു പറയുന്നു എന്നാണ് നോക്കേണ്ടത്. രണ്ടാമത് നമുക്ക് നോക്കാനുള്ളത് അവിഷയകമായിട്ട് അള്ളാഹുവിൻ്റെ പ്രവാചകൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഏതൊരു നിലപാടിലാണ് നമുക്ക് പ്രവർത്തിച്ച് കാണിച്ചു തന്നിട്ടുള്ളത് എന്ന് നമ്മൾ നോക്കണം. മൂന്നാമതായി ഖുലഫാഉർ റാഷിദുകളെയും തുടർന്ന് സലഫ് സ്വാലിഹുകളാകുന്ന ആളുകളുടെയും ചര്യകൾ തൽസംബന്ധമായിട്ട് എന്താണ് നമുക്ക് നൽകുന്ന പാഠങ്ങളും അധ്യാപനങ്ങളും എന്ന് പരിശോധിച്ചിട്ട് വേണം ഏതൊരു വിഷയത്തെയും ഒരു വിശ്വാസി സമീപിക്കേണ്ടത് എന്ന വിഷയത്തിൽ അഭിപ്രായാന്തരമുള്ളവരല്ല എൻ്റെ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന ആരും എന്നെനിക്ക് ഉറച്ച വിശ്വാസമുണ്ട്. അതുകൊണ്ട് സാമൂഹ്യ നീതി എന്ന് പറയുന്ന അൽ അദാലത്തുൽ ഇജ്തിമാഇയ്യ ഫിൽ ഇസ്ലാം, ഇസ്ലാമിലെ സാമൂഹികമായ നീതി എന്ന് പറയുന്ന ഒരു വിഷയത്തെ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം അതിൻ്റെ ഒന്നാമത്തെ പ്രമാണമായ ഖുർആൻ എങ്ങനെ നോക്കിക്കാണുന്നു എന്നതാണ് പ്രഥമമായി നമ്മൾ അന്വേഷിക്കേണ്ടതും
അറിയാൻ വേണ്ടി ശ്രമിക്കേണ്ടതും മനസ്സിലാക്കി നമുക്ക് ബോധ്യപ്പെടേണ്ടതും. ആ ഒരു വിഷയത്തെ വിശുദ്ധ ഖുർആൻ പ്രതിപാദിച്ചിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരായത്ത് അത് 4-ാമത്തെ അധ്യായം സൂറ അൻ-നിസായിലെ 135-ാമത്തെ വചനത്തിലാണ്. അവിടെ അല്ലാഹു തആല വിശ്വാസികളെ വിളിച്ചുകൊണ്ടാണ് പറയുന്നത്, യാ അയ്യുഹല്ലദീന ആമനു, അല്ലയോ വിശ്വാസി സമൂഹമേ, കൂനു ഖവ്വാമീന ബിൽ ഖിസ്ത് ശുഹദാഅ ലില്ലാഹി, കൂനു ഖവ്വാമീന ബിൽ ഖിസ്ത്. വിശ്വാസികളെ വിളിച്ചിട്ട് അല്ലാഹു തആല നമ്മളോട് പറയുന്നു, നിങ്ങൾ നീതിക്ക് സാക്ഷികളായി കൊണ്ട് നിലകൊള്ളേണ്ടവരാണ്. കൂനു, നിങ്ങളായിത്തീരേണ്ടവരാണ്. ഖവ്വാമീന, നിലകൊള്ളുന്നവരായി തീരേണ്ടതാണ്. ബിൽ ഖിസ്ത്, നീതിക്ക്. കാമബി എന്ന് പറഞ്ഞാൽ വെറുതെ എഴുന്നേറ്റ് നിൽക്കുക എന്നല്ല, മറിച്ച് ഏതൊരു കർമ്മം നമ്മൾ നിർവഹിക്കുമ്പോഴും കൃത്യനിർവഹണം നമ്മൾ നിർവഹിക്കുന്ന സമയത്ത് നമ്മൾ അത് നിർവഹിക്കേണ്ടത് നീതിയോടുകൂടിയായിരിക്കണം എന്നാണ് ഖവ്വാമീന ബിൽ ഖിസ്ത് എന്ന് പറയുന്നതിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഞാൻ നീതിയുടെ ആളാണ് എന്നൊരാൾ എഴുന്നേറ്റ് നിന്നതുകൊണ്ടോ, ഞങ്ങൾ നീതിയുടെ വക്താക്കളാണ് ഒരാൾ അവകാശപ്പെട്ടത് കൊണ്ടോ, ഞങ്ങൾ നീതിക്ക് സാക്ഷികളാണ് എന്ന് ഏതെങ്കിലും ഒരു സംഘം അവകാശവാദം ഉന്നയിച്ചത് കൊണ്ടോ നിർവഹിക്കപ്പെടുന്നതല്ല നീതി എന്ന് പറയുന്നത്. നേരെ മറിച്ച് നീതി എന്ന് പറയുന്നത് അത് നിർവഹിക്കപ്പെടേണ്ടതാണ്. ഏതൊരു സന്ദർഭത്തിലാണോ നമ്മൾ അത് നിർവഹിക്കാൻ വേണ്ടി ഉത്തരവാദിത്വം ഏൽപ്പിക്കപ്പെടുന്നവരും അതിനുവേണ്ടി തിരഞ്ഞെടുക്കപ്പെടുന്നവരും ആ നീതി നിർവഹിക്കാൻ വേണ്ടി നമ്മൾ എവിടെയാണോ അത് നിർവഹിച്ച് നമ്മൾ ആ നിർവഹണ പ്രക്രിയ നിർവഹിക്കേണ്ടത് അവിടെ നമ്മൾ അതിന് സാക്ഷികളായിരിക്കണം എന്നാണ് വിശുദ്ധ ഖുർആൻ നമ്മളോട് പറയുന്നത്. എന്നിട്ട് അല്ലാഹു തആല എടുത്തു പറഞ്ഞ ഒരു വാക്കുണ്ട്, അത് വിശുദ്ധ ഖുർആനിൽ നീതിയുമായി ബന്ധപ്പെട്ട് പറയുന്നിടങ്ങളിലെല്ലാം ഒരു പക്ഷെ നമുക്ക് കാണാൻ കഴിയുന്ന അധിക ഇടങ്ങളിലും നമുക്ക് കാണാൻ കഴിയുന്ന ഒരു വാക്കാണ് ശുഹദാഅ ലില്ലാഹ്. നിങ്ങൾ അള്ളാഹുവിന് വേണ്ടി സാക്ഷികളായിരിക്കുക. അഥവാ അള്ളാഹുവിൻ്റെ ദീൻ അത് നീതിയുടെ ദീനാണ്. നീതി ഇല്ലാത്ത ഒന്നും ഇസ്ലാമിലില്ല എന്ന് നമുക്ക് തീർത്തു പറയാം. ഇസ്ലാമിൻ്റെ അഖീദ അത് ഏറ്റവും നീതിപൂർവകമായ വിശ്വാസധാരയാണ്. ഇസ്ലാമിൻ്റെ അഖീദ, അതിൻ്റെ വിശ്വാസം എന്ന് പറയുന്നത് ഈ പ്രപഞ്ചത്തിലെ ചരാചരങ്ങളിൽ നിന്നെല്ലാം ഉന്നതനായി നിൽക്കുന്ന സൃഷ്ടാവിലേക്ക് നമ്മുടെ മനസ്സിനെ ബന്ധിപ്പിച്ചു നിർത്തുന്ന ആ ഒരു വിശ്വാസ തലമെന്ന് പറയുന്നത് ഈ പ്രപഞ്ചത്തിലുള്ള ബാക്കി സകലമാന ചരാചരങ്ങളും ആ സൃഷ്ടാവിൻ്റെ സൃഷ്ടികളായതുകൊണ്ട് അവയിലൊന്നും നമ്മൾ ദിവ്യത്വമോ അതിലൊന്നും നമ്മൾ ഇലാഹിയത്തിൻ്റെ ഉലൂഹിയത്തോ അതിലൊന്നും നമ്മൾ റുബൂബിയത്തോ ഒന്നും കാണാൻ പാടില്ല എന്ന് പറയുന്ന ഏറ്റവും വലിയ നീതിയുടെ സാക്ഷ്യവചനമാണ് ഇസ്ലാമിൻ്റെ വിശ്വാസതലം. അങ്ങനെ തുടങ്ങിയിട്ട് അതിൻ്റെ കർമ്മമണ്ഡലങ്ങൾ മുഴുവൻ നമുക്കറിയാം. നമസ്കാരമാണ് ഒരാളുടെ ഷഹാദയുടെ പിന്നാലെ വരുന്ന കർമ്മമണ്ഡലം. ആ കർമ്മമണ്ഡലത്തിൽ ഉള്ളവനില്ലാത്തവൻ, മുതലാളി തൊഴിലാളി, ദരിദ്രൻ ധനികൻ, അങ്ങനെ തുടങ്ങിയിട്ടുള്ള യാതൊരുവിധ ഏറ്റവ്യത്യാസങ്ങളുമില്ലാതെ തോളോട് തോളൊരുമി നമ്മൾ ഒരേ സൊഫിൽ പരസ്പരം നമ്മളുടെ കാലുകൾ ചേർത്ത് വെച്ച് തോളുകൾ ചേർത്ത് വെച്ച് ആ നീതിയുടെ ഏറ്റവും വലിയ സാക്ഷ്യത്വം നമ്മൾ പ്രഖ്യാപിക്കുന്ന, ഏറ്റവും വലിയ സാക്ഷ്യത്വം നമ്മൾ നിർവഹിക്കുന്ന മേഖലയാണ് നമസ്കാരം. അങ്ങനെ ഓരോ മേഖലയും ഇസ്ലാമിൽ നമ്മൾ എടുത്തു വെച്ച് വായിച്ചു പഠിച്ചു നോക്കിയാൽ ശുഹദാഅ ലില്ലാഹ് എന്ന് അല്ലാഹു തആല പറയുന്ന ആ വാക്യത്തിൻ്റെ ആഴം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിന് വേണ്ടി ഷഹാദയുടെ കലിമ ചൊല്ലിയ ഓരോരുത്തരും അവരവരുടെ കർമ്മമണ്ഡലങ്ങളിൽ അവരവർ നിർവഹിക്കേണ്ടതാണ് നീതി എന്ന് പറയുന്നത് എന്ന് ഖുർആൻ പറഞ്ഞു. എന്നിട്ട് ഖുർആൻ അതിനെ എത്രത്തോളം എന്ന് വിശദീകരിച്ചു തന്നെ പറഞ്ഞു ആ ആയത്തിൽ, വലൗ അലാ അൻഫുസിക്കും, നിങ്ങളുടെ സ്വന്തം കാര്യം ആ നീതിക്കെതിരാണെങ്കിലും ശരി, വലൗ അലാ അൻഫുസിക്കും, നിങ്ങൾക്കെതിരിലാണ് നീതി, അഥവാ നമ്മൾ അനീതിയുടെ പക്ഷത്തായി പോയി, നമ്മുടെ നാവിൽ നിന്ന് വന്നു പോയ വാക്ക് അനീതിയുടേതായി പോയി, നമ്മളിൽ നിന്ന്
സംസാരിച്ചപ്പോൾ അനീതിയുടെ വാക്കാണ് വന്നു പോയത് എങ്കിൽ അത് അനീതിപരമായിരുന്നു എന്ന് പറയുകയും ഇതാണ് ട്ടോ നീതി എന്ന് പറയുകയും ചെയ്യേണ്ട ബാധ്യത. വലൗ അലാ അൻഫുസിക്കും, നിങ്ങൾക്കെതിരിലാണ് നീതിയെങ്കിൽ നിങ്ങൾ ആ നീതിക്കാണ് നിങ്ങൾ സാക്ഷിയാകേണ്ടത്. രണ്ടാമത് ഖുർആൻ പറഞ്ഞു അവിൽ വാലിദൈൻ, നിങ്ങളുടെ മാതാപിതാക്കൾക്കെതിരിലാണെങ്കിലും ശരി. നിങ്ങളുടെ മാതാപിതാക്കൾ പറഞ്ഞു പോയത് നീതിക്കെതിരിലായിട്ടാണ്, നീതി എന്ന് പറയുന്നത് മാതാപിതാക്കൾക്കെതിരിലുമാണ് എങ്കിൽ നിങ്ങൾ നീതിക്ക് സാക്ഷിയാവുകയും മാതാപിതാക്കളെ തിരുത്തുകയുമാണ് വേണ്ടത്. മാതാപിതാക്കൾക്കെതിരിലാണ് നീതിയെങ്കിലും നിങ്ങൾ നീതിയോടൊപ്പമായിരിക്കണം വിശ്വാസികളെ സാക്ഷ്യം വഹിക്കുകയും നിങ്ങൾ നിങ്ങളുടെ കൃത്യനിർവഹണം നിർവഹിക്കുകയും ചെയ്യേണ്ടത് എന്ന് ഖുർആൻ പറഞ്ഞു. മൂന്നാമതായി വല്ലഖറബീൻ, നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവർക്കെതിരിലാണെങ്കിലും, നിങ്ങളുടെ കുടുംബമാകാം, നിങ്ങളുടെ സുഹൃത്തുക്കളാകാം, നിങ്ങളുടെ മറ്റ് ബന്ധങ്ങളാകാം, ആ ബന്ധങ്ങളും സുഹൃത്തുക്കളും കുടുംബങ്ങളുമാകുന്ന ആ നിങ്ങളോട് സാമീപ്യം വെച്ച് പുലർത്തുന്നവർക്കെതിരിലാണ് നീതിയെങ്കിൽ നിങ്ങൾ അവരെ തിരുത്തുകയാണ് വേണ്ടത്. നിങ്ങൾ അവരെ തീർച്ചയായും നീതിയുടെ പക്ഷത്തേക്ക് കൊണ്ടുവരികയും നീതി എന്ന് പറയുന്നതിനോടൊപ്പം നിങ്ങൾ നിങ്ങളുടെ കർമ്മനിർവഹണ മണ്ഡലം നിർവഹിക്കുകയുമാണ് ചെയ്യേണ്ടത് എന്ന് വിശുദ്ധ ഖുർആൻ നമ്മളോട് പറഞ്ഞു. എന്നിട്ട് അവിടുന്ന് പറഞ്ഞു ഇൻയകുൻ വനിയൻ ഔ ഫഖീറൻ, ഈ പറഞ്ഞ വിഭാഗങ്ങളിൽ ധനികനായിരിക്കട്ടെ ദരിദ്രനായിരിക്കട്ടെ, ധനിക ദരിദ്ര വ്യത്യാസമില്ല. നമ്മൾ ധനികന്റെ ഭാഗത്താണ് നീതിയെങ്കിൽ ആ ധനികനോടൊപ്പമാണ് നിൽക്കേണ്ടത്. ദരിദ്രന്റെ ഭാഗത്താണ് നീതിയെങ്കിൽ ആ ദരിദ്രനോടൊപ്പമാണ് നിൽക്കേണ്ടത്. ധനിക ദരിദ്ര വ്യത്യാസം ഇല്ല. ഫല്ലാഹു ഔലാ ബിഹിമ, അവരോട് രണ്ടുപേരോടും ഏറ്റവും അർഹതപ്പെട്ടവൻ, ഏറ്റവും അടുത്തു നിൽക്കുന്നവൻ അള്ളാഹുവാണല്ലോ. അതിനേക്കാൾ അള്ളാഹു നിങ്ങളോട് പറഞ്ഞ ആ നീതിയേക്കാൾ കൂടുതൽ ഒരു അടുപ്പം ഒരു ധനികനോട് നിങ്ങൾക്കുണ്ടാകേണ്ടതില്ല, ഒരു സമ്പന്നനോട് നിങ്ങൾക്കുണ്ടാകേണ്ടതില്ല. അയാളോടൊരു പ്രത്യേകമായ ഇഷ്ടമോ ഒരു പ്രത്യേകമായ താല്പര്യമോ നിങ്ങൾക്കുണ്ടാകേണ്ടതില്ല. അല്ലെങ്കിൽ ഒരു ദരിദ്രനാണല്ലോ മറുവശത്തുള്ളത്, അയാൾ പാവമല്ലേ എന്ന് വിചാരിച്ചിട്ട് ആ ദരിദ്രനായ ആ നീതിയുടെ പക്ഷക്കാരൻ്റെ ഒപ്പം നിൽക്കേണ്ട ബാധ്യത നിങ്ങൾക്കില്ല. എവിടെയാണോ നീതി, ആ നീതിയുടെ പക്ഷത്ത് നിൽക്കേണ്ട ബാധ്യത മാത്രമേ നിങ്ങൾക്കുള്ളൂ. അവരെ രണ്ടുപേരെയും ആ രൂപത്തിൽ അതിനേറ്റവും അവകാശപ്പെട്ട അർഹതപ്പെട്ടവനായിട്ട് അവർ രണ്ടുപേരെയും അങ്ങനെ പടച്ചത്, അങ്ങനെ ആക്കി തീർത്തത് അള്ളാഹുവാണല്ലോ. അള്ളാഹുവിൻ്റെ കൗലിനേക്കാൾ വലിയ, അള്ളാഹുവിൻ്റെ വാക്കിനേക്കാൾ വലിയ ഒരിഷ്ടം നമുക്ക് ധനികനോടുണ്ടാകേണ്ടതില്ല, നമുക്ക് സമ്പന്നനോടുണ്ടാകേണ്ടതില്ല. അള്ളാഹുവിൻ്റെ വാക്കിനേക്കാൾ ഇഷ്ടം നമുക്കൊരു ദരിദ്രനോടും ഉണ്ടാകേണ്ടതില്ല. അള്ളാഹുവിൻ്റെ വാക്യം എന്താണ്? അള്ളാഹുവിൻ്റെ വാക്യം നീതിക്ക് നിങ്ങൾ സാക്ഷ്യം വഹിക്കുക എന്നതാണ്. അതുകൊണ്ട് ആരുടെ ഭാഗത്താണോ നീതി ആ ഭാഗത്താണ് നിങ്ങൾ നിൽക്കേണ്ടത് എന്ന് ഖുർആൻ പറഞ്ഞു. വീണ്ടും ഖുർആൻ പറഞ്ഞു ഫലാ തത്തബിഉൽ ഹവ അൻ തഅദിലു, ആ നീതി നിർവഹിക്കാൻ നിങ്ങൾക്ക് നിങ്ങളുടെ ഹവ അതിനെയാണ് പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കേണ്ടത്. നിങ്ങളുടെ ഹവ, നിങ്ങളുടെ തീർച്ചയായും നിങ്ങളെ പ്രേരിപ്പിക്കാതിരിക്കട്ടെ. ഫലാ തത്തബിഉ, നിങ്ങൾ പിൻപറ്റാതിരിക്കട്ടെ. നിങ്ങൾ ഒരിക്കലും പിൻപറ്റാൻ പാടില്ല. എന്തിന്? അൽ ഹവ, നിങ്ങളുടെ ദേഹേച്ഛയെ, നിങ്ങളുടെ ഇഷ്ടത്തെ നിങ്ങൾ പിൻപറ്റാൻ പാടില്ല. അൻ തഅദിലു, ആ നീതി നിർവഹിക്കുക എന്നതിനോടല്ലാതെ, നീതികേടിനോട്, അനീതിയോട്, അന്യായത്തോട്, അക്രമത്തോട് നിങ്ങൾ ഒരിക്കലും രാജിയായിക്കൊണ്ട് നീതി നിർവഹിക്കാതിരിക്കാനുള്ളൊരു ഹവ, നിങ്ങൾക്ക് പ്രത്യേകമായ ഒരു താല്പര്യം അവരോടുണ്ട്, നിങ്ങൾക്ക് പ്രത്യേകമായ ഒരു താല്പര്യം ഇന്നാളോടുണ്ട്, എനിക്ക് പ്രത്യേകമായ ഒരു താല്പര്യം ഇന്നതിനോടുണ്ട്. ഒരിക്കലും അത് നിങ്ങളെ നീതി പ്രേരിപ്പിക്കാതിരിക്കാനും നീതി നിർവഹിക്കാതിരിക്കാനും നിങ്ങളുടെ ദേഹേച്ഛകളെ പിൻപറ്റുന്ന ഒരവസ്ഥയിലേക്ക് നിങ്ങൾ കാര്യങ്ങൾ തീരുമാനിക്കാതിരിക്കാനും നിങ്ങൾ അങ്ങനെയാണ് ആയിത്തീരേണ്ടത് എന്ന് ഖുർആൻ പറഞ്ഞു. വൈൻ തൽവു, നിങ്ങൾ അവരെ അവഗണിക്കുകയോ നിങ്ങൾ വളച്ചൊടിക്കുകയോ ആണെങ്കിൽ, വതുഗരിലു, അല്ലെങ്കിൽ നിങ്ങൾ അവഗണിക്കുകയോ ആണെങ്കിൽ, നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഖുർആൻ ഓരോ വാക്കുകളും എടുത്തെടുത്ത് പറഞ്ഞു. നിങ്ങൾ വളച്ചൊടിക്കുകയാണെങ്കിൽ, വതുഗരിലു, അല്ലെങ്കിൽ നിങ്ങൾ ഒരു വിഭാഗം ആളുകളെ അവഗണിക്കുകയാണെങ്കിൽ, ഫഇന്നല്ലാഹ കാന ബിമാ തഅമലൂന ഖബീറ, സൂക്ഷ്മമായി അറിയുന്ന ഒരു റബ്ബിൻ്റെ മുമ്പിലേക്കാണ്, അല്ലയോ വിശ്വാസികളെ, തീർച്ചയായും നമ്മൾ ഓരോരുത്തരും എത്തപ്പെടാനുള്ളത് എന്ന ഓർമ്മപ്പെടുത്തലോടുകൂടിയാണ് സൂറത്തുൽ നിസായിലെ 135-ാമത്തെ വചനത്തെ അല്ലാഹു തആല പൂർത്തീകരിച്ചത്. ഇനി നിങ്ങൾ ആലോചിച്ച് നോക്കൂ, വൈകാരികമായ വിഷയങ്ങൾ ഇടപെടാൻ പാടുണ്ടോ? ഈ വിഷയത്തിൽ വൈകാരികമായി നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഏതൊരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളവും ഏറ്റവും വൈകാരികമാകുന്ന ഒരു മേഖലയാണല്ലോ കഅബ, അല്ലേ? മസ്ജിദുൽ ഹറം നമുക്കറിയാം വൈകാരികമാണ്.
ആ മസ്ജിദുൽ ഹറമിൽ എന്തെങ്കിലും സംഭവിച്ചാൽ, ആ മസ്ജിദുൽ ഹറമിൽ പ്രവേശിക്കാൻ കഴിയാതെ പോയാൽ, ആ മസ്ജിദുൽ ഹറം നമുക്ക് ഒരു വൈകാരികമായ ബന്ധം വിശ്വാസികൾക്കുണ്ടാകുന്ന ഒരു വിഷയമാണ്. ആ മസ്ജിദുൽ ഹറമിന്റെ വിഷയത്തിലാണ് വിശുദ്ധ ഖുർആൻ സൂറത്തുൽ മാഇദയിലെ വളരെ കൃത്യമായി അതിന്റെ 2-ാമത്തെ വചനത്തിൽ അതിന്റെ അവസാനത്തിൽ പറഞ്ഞത്, വലാ യജ്രിമന്നകും ശനആനു ഖൗമിൻ അൻ സദ്ദൂകും അനിൽ മസ്ജിദിൽ ഹറാം. നിങ്ങളെ ഒരു ജനവിഭാഗം മസ്ജിദുൽ ഹറാമിൽ നിന്ന് തടഞ്ഞു. ഒരു വൈകാരികതയാണ് ഖുർആൻ അതാണ് സംസാരിക്കുന്നത്. ഒരു വികാരത്തിന് വിധേയമാകാവുന്ന ഒരു വിഷയം ഒരു മനുഷ്യന്റെ, ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ഉണ്ടായാലും, ഇവിടെ വിശ്വാസികളായിട്ടുള്ള ആളുകളെ മസ്ജിദുൽ ഹറമിൽ നിന്ന് തടഞ്ഞപ്പോൾ സ്വാഭാവികമായും അവരോടൊരു ഈർഷ്യത, അവരോടൊരു അനീതി, അവരോടൊരു എന്തെന്നില്ലാത്ത ഒരു മാനസികമായ താല്പര്യക്കേട് വിശ്വാസികളുടെ മനസ്സിൽ ഉടലെടുത്തപ്പോൾ അല്ലാഹു തആല പറയുകയാണ്, വലാ യജ്രിമന്നകും, നിങ്ങളെ പ്രേരിപ്പിക്കാൻ പാടില്ല. ആരാ വിശ്വാസി? അല്ലാഹു തആല. നമ്മൾ തീർച്ചയായും വളരെ ആഴത്തിൽ നമ്മൾ ആലോചിക്കേണ്ട ഒരു വിഷയമുണ്ട്. നമുക്ക് ആദർശപരമായിട്ട് ഒരു ഭാഗം നമുക്ക് ഇഷ്ടമാണ്. അതേതാണ്? അത് തൗഹീദിന്റെ ഭാഗമായിരിക്കാം. അതല്ലെങ്കിൽ നമുക്ക് ആദർശപരമായിട്ട് നമുക്ക് ഏതെങ്കിലും കുറേ മേഖലകൾ ഇഷ്ടമാണ്. നമ്മളത് മാത്രം ഇങ്ങനെ പറയുന്നവരും അതുമാത്രം നമ്മളിങ്ങനെ പ്രസംഗിക്കുന്നവരും ആ വിഷയത്തിൽ മാത്രം നമ്മൾ ഈ സമൂഹത്തെയും സമുദായത്തെയും കുറ്റപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു ശൈലിയിൽ നിന്ന് വിശുദ്ധ ഖുർആനിൻ്റെ ആശയ തലങ്ങളിലേക്ക്, വിശുദ്ധ ഖുർആൻ വളരെ ഗൗരവത്തോടു കൂടി പറയുന്ന അതിൻ്റെ ആശയ തലങ്ങളിലേക്ക് സമ്പൂർണ്ണമായി പ്രവേശിക്കാൻ കഴിയുന്നവനാണ് യഥാർത്ഥ വിശ്വാസി എന്നത് ഞാൻ മറന്നു പോകാൻ പാടില്ല. ഞാൻ നിങ്ങളോട് പറയല്ല, ഞാൻ മറന്നു പോകാൻ പാടില്ല. എൻ്റെ ജീവിതത്തിൻ്റെ ഏതൊരു സന്ദർഭത്തിലും, എൻ്റെ ജീവിതത്തിൻ്റെ ഏതേത് മേഖലകളിലും, എൻ്റെ ജീവിതത്തിൻ്റെ ഏത് വിഷയങ്ങളിലും അള്ളാഹുവിൻ്റെ ദീൻ എന്നോട് കൽപ്പിക്കുന്ന വിഷയത്തിൽ ഒരിക്കലും ഞാൻ അമാന്തം കാണിക്കാൻ പാടില്ല. വിശുദ്ധ ഖുർആൻ അതിൻ്റെ 2-ാമത്തെ അധ്യായം സൂറ അൽ ബഖറയിലെ 208-ാമത്തെ വചനത്തിൽ കൃത്യമായി എന്നെയും നിങ്ങളെയും വിളിച്ചിട്ടാണ് പറഞ്ഞത്, യാ അയ്യുഹല്ലദീന ആമനൂ ഉദ്ഖുലൂ ഫിസ്സിൽമി കാഫ വലാ തത്തബിഊ ഖുതുവാതിശ് ശൈത്വാൻ. അല്ലയോ വിശ്വാസികളെ, ഉദ്ഖുലൂ ഫിസ്സിൽമി കാഫ, ഈ സമ്പൂർണമായ ഒന്നും വിട്ടുപോകാതെ ജീവിതത്തിലുടനീളം എനിക്കും നിങ്ങൾക്കും എങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്നതും, ആ ജീവിതത്തിൻ്റെ അവസാനമാകുന്ന മരണവും ആ മരണാനന്തര ശേഷമുള്ള ജീവിതത്തിൻ്റെ എല്ലാം എണ്ണി എന്നെയും നിങ്ങളെയും പഠിപ്പിച്ച ഈ സമാധാനപൂർണമായ സിൽമിലേക്ക് അഥവാ ഇസ്ലാമിലേക്ക് പൂർണ്ണമായും നിങ്ങൾ മുഴുകി പ്രവേശിക്കണം എന്ന് അല്ലാഹു തആല നമ്മളോട് പറയുന്നു. പക്ഷേ നമുക്ക് തൗഹീദ് ഇഷ്ടമാണ്. നമുക്കിഷ്ടമില്ലാത്ത കുറേ മേഖലകളുണ്ട്. നമുക്ക് സുന്നത്ത് ഇഷ്ടമാണ്, നമുക്കിഷ്ടമില്ലാത്ത കുറേ സുന്നത്തുകളുണ്ട്. നമുക്ക് എന്താ പറയുക, നമ്മുടേതായ കുറേ സംവിധാനങ്ങളുണ്ട്. ആ സംവിധാനങ്ങളോട് നമുക്കിഷ്ടമാണ്. പക്ഷേ ആ സംവിധാനങ്ങളിലുള്ള ഇഷ്ടം അത് നമ്മുടേതായ ഇഷ്ടങ്ങൾക്കനുസരിച്ചും നമ്മുടെ ഇച്ഛകൾക്കനുസരിച്ചും നമ്മുടേതായ തീരുമാനങ്ങൾക്കനുസരിച്ചുമാണ്. അള്ളാഹുവിൻ്റെ ഖുർആനോ അള്ളാഹുവിൻ്റെ പ്രവാചകന്റെ ചര്യയോ അള്ളാഹുവിൻ്റെ ദീനോ നമുക്ക് പറയുന്നതിലേക്ക് പൂർണ്ണമായി നമുക്ക് മുഴുകി പ്രവേശിക്കാൻ കഴിയുന്നില്ല എങ്കിൽ അല്ലാഹു തആല പറയുന്നു, വലാ തത്തബിഊ ഖുതുവാതിശ് ശൈത്വാൻ, പിശാചിന്റെ കാലടികൾ പിന്തുടരരുത്. അഥവാ അങ്ങനെ നമ്മൾ പ്രവേശിക്കുമ്പോൾ, അങ്ങനെ നമ്മൾ തീരുമാനിക്കുമ്പോൾ, അങ്ങനെ നമ്മൾ ചായുമ്പോൾ, അങ്ങനെ നമ്മൾ അവഗണിക്കുമ്പോൾ, അങ്ങനെ നമ്മൾ നീതിക്ക് സാക്ഷികളായിക്കൊണ്ട് അള്ളാഹുവിൻ്റെ ഷഹാദയുടെ കലിമക്ക് സാക്ഷിയാകേണ്ട ഞാൻ അനീതിക്ക് സാക്ഷിയായാൽ തീർച്ചയായും ഞാൻ പിശാചിന്റെ കാലടിയെയാണ് പിന്തുടരുന്നത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പറയുന്നു. അതുകൊണ്ട് ഞാനും നിങ്ങളും അള്ളാഹുവിൻ്റെ ദീനിലേക്കാണ് പ്രിയപ്പെട്ടവരെ പൂർണ്ണമായി പ്രവേശിക്കേണ്ടത്. അല്ലാഹു തആല സ്വഹാബയോട് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അവിടുന്ന് വഹിയായി അവതരിപ്പിച്ചുകൊണ്ട് സ്വഹാബയോട് പറയുകയാണ്, വലാ യജ്രിമന്നകും ശനആനു ഖൗമിൻ, ഒരു ജനതയോട് നിങ്ങൾക്ക് ഒരിക്കലും ഒരു വിരോധത്തിൻ്റെയോ ഒരു വിദ്വേഷത്തിൻ്റെയോ ഏതെങ്കിലും നിലയിലുള്ള പകയുടെയോ പേരിൽ നിങ്ങളെ പ്രേരിപ്പിക്കരുത്. അവരെന്താ ചെയ്തത്? അൻസദ്ദൂകും അനിൽ മസ്ജിദുൽ ഹറാം, മസ്ജിദുൽ ഹറാമിൽ നിന്ന് നിങ്ങൾ അവർ തടഞ്ഞിട്ടുണ്ട്, നിങ്ങളെ പ്രവേശിക്കാൻ സമ്മതിക്കാതിരുന്നിട്ടുണ്ട്, അവിടെ നിന്ന് നിങ്ങളെ പിടിച്ച് പുറത്താക്കിയിട്ടുണ്ട്, എല്ലാം ഉണ്ടായിട്ടുണ്ട്. അങ്ങനത്തെ ഒരു ജനതയാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ആധിപത്യം കിട്ടി, നിങ്ങൾക്ക് അധികാരം കിട്ടി, നിങ്ങളുടെ കീഴിലേക്ക് മസ്ജിദുൽ ഹറം വന്നു, നിങ്ങളുടെ കീഴിലേക്ക് എല്ലാ ആധിപത്യങ്ങളും വരുമ്പോൾ ആ ഒരു ജനതയോട് നിങ്ങൾ ഒരിക്കലും ഈർഷ്യത വെച്ച് പുലർത്തിക്കൊണ്ട് അവരോട് നിങ്ങൾ അനീതിപരമായി പ്രവർത്തിക്കുവാൻ കാരണമായി തീർന്നുകൂടാ എന്ന് വൈകാരിക തലത്തെ ഒരിക്കലും
സമ്മതിച്ചു കൊടുക്കാത്ത ഒരു ദീനായിട്ടാണ്, അതിൻ്റെ ഏറ്റവും നീതിപൂർവകമായ നിലപാടുകളാണ് ഇസ്ലാമിൻ്റെ അനുയായികളാകുന്ന മുസ്ലിങ്ങളിൽ നിന്ന് ലോകത്തിന് ദർശിക്കേണ്ടത് എന്ന് പഠിപ്പിച്ചു കൊടുത്തിട്ടാണ് അല്ലാഹു തആല അവൻ്റെ ദീനിനെ പൂർത്തിയാക്കിയത്. ഞാൻ വെറുതെ പറഞ്ഞതല്ല. ഇതിന് തൊട്ടടുത്ത ആയത്തിലാണ് അൽയൗമ അക്മൽതു ലക്കും ദീനക്കും എന്നുള്ള ആയത്ത് അല്ലാഹു തആല ഇറക്കി കൊടുത്തത്. പ്രവാചകന്റെ ഹറമിലെ പ്രവാചകൻ ഹജ്ജ് ചെയ്യുന്ന ഹജ്ജത്തുൽ വദാ എന്ന് നമ്മൾ പറയുന്ന ഹജ്ജത്തുൽ അക്ബർ എന്ന് പറയുന്ന ആ ഹജ്ജിന്റെ വേളയിൽ അള്ളാഹുവിന്റെ പ്രവാചകനോട് ആദ്യം പറഞ്ഞ വിഷയം ഇതാണ്: നിങ്ങളെ മസ്ജിദുൽ ഹറമിൽ നിന്ന് പുറത്താക്കി എന്ന കാരണത്താൽ, തടഞ്ഞു എന്ന കാരണത്താൽ അവരോട് നിങ്ങൾക്ക് ഒരു വിധേനയുമുള്ള ഒരു ഈർഷ്യതയുടെയോ പകയുടെയോ ഏതെങ്കിലും നിലയിലുള്ളതായിട്ട് ഒരവസ്ഥയിൽ നിങ്ങളുടെ മനസ്സിലുണ്ടാകാൻ പാടില്ല, പ്രേരിപ്പിക്കാൻ പാടില്ല. അൻതഅതദു, അവരോട് എന്തെങ്കിലും ഒരു അതിക്രമം പ്രവർത്തിക്കാൻ, എന്തെങ്കിലും ഒരു അതിര് കവിഞ്ഞ ഒരു വർത്തമാനത്തിന്റെ വാക്ക് പോലും പറയാൻ പാടില്ല എന്നതാണ് അല്ലാഹു തആല പറഞ്ഞത്. എന്നിട്ടാണ് പറഞ്ഞത് വതആവനു അലൽ ബിർരി വത്തഖ്വ വലാ തആവനു അലൽ ഇസ്മി വൽ ഉദ്വാൻ വത്തഖുല്ലാഹ ഇന്നല്ലാഹ ശദീദുൽ ഇഖാബ്. എന്നിട്ടാണ് അല്ലാഹു തആല പറഞ്ഞത്, നന്മകളിൽ എല്ലാവരുമായി സഹകരിക്കുക, എല്ലാവരെയും സഹകരിപ്പിക്കുക, എല്ലാവരുമായി സഹകരിക്കുക. വത്തഖ്വ, ദൈവീക ഭയഭക്തിയിലും ദൈവീകമായ തഖ്വാബോധത്തിലും എല്ലാവരെയും സഹകരിപ്പിക്കുകയും എല്ലാവരുമായി സഹകരിക്കുകയും ചെയ്യാനുള്ള അതിവിശാലമായ ഒരു തലത്തെയാണ് ഖുർആൻ തുടർന്ന് പറഞ്ഞത്. നമ്മുടെ ഇഷ്ടവും നമ്മുടെ താല്പര്യവും നമ്മുടെ ഇച്ഛയും നമ്മുടെ തീരുമാനങ്ങളുമല്ല പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിൻ്റെ ദീനിനെ കൊണ്ടു നടക്കുന്ന ഓരോരുത്തരുടെയും മനസ്സിൽ അള്ളാഹുവിൻ്റെ ദീനിൻ്റെ ഇഷ്ടത്തെയും അവൻ്റെ ദീനിൻ്റെ ഉന്നതമായ ആദർശങ്ങളെയുമാണ് നമ്മൾ ചേർത്ത് പിടിക്കേണ്ടത്. എന്നിട്ട് അല്ലാഹു തആല പറഞ്ഞു വലാ തആവനു അലൽ ഇസ്മി വൽ ഉദ്വാൻ. ആരായിക്കൊള്ളട്ടെ, നമുക്ക് വേണ്ടപ്പെട്ടവരാകാം, നമുക്ക് ഇഷ്ടപ്പെട്ടവരാകാം, നമുക്ക് കടപ്പെട്ടവരാകാം, നമുക്ക് അങ്ങനെ പല വിധേനയും പലവിധ ന്യായങ്ങൾ പറയാനുള്ളവരായിരിക്കാം. അവരുടെ ഭാഗത്ത് നിന്ന് വരുന്ന പാപമാണെങ്കിൽ വല ഉദ്വാൻ, അവരുടെ ഭാഗത്ത് നിന്ന് വരുന്ന ശത്രുതയാണെങ്കിൽ അതിനോട് സഹകരിക്കാതിരിക്കുക എന്നതും അതുമായി പരസ്പരം സഹായിക്കാതിരിക്കുക എന്നതുമാണ് നിങ്ങൾ ചെയ്യേണ്ടത്. വത്തഖുല്ലാഹ്, ആത്യന്തികമായി അള്ളാഹുവിനെ സൂക്ഷിക്കുക. അള്ളാഹ്ക്ക് അങ്ങനെയല്ലേ പറയാൻ പറ്റുള്ളൂ. വത്തഖുല്ലാഹ്, അള്ളാഹ് ആയത്ത് അവസാനിപ്പിക്കാനാണ്. ആത്യന്തികമായി ഒരു വിശ്വാസിയാണോ നമ്മൾ, അള്ളാഹുവിനെ സൂക്ഷിക്കുക. ഇന്നല്ലാഹ ശദീദുൽ ഇഖാബ്, അള്ളാഹു അതികഠിനമായി ശിക്ഷിക്കുന്നവനാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അള്ളാഹു തആല ആ ആയത്തിൽ അവസാനിപ്പിച്ചത്. ഞാൻ ഓതി വെച്ച ആയത്ത് അതേ അധ്യായത്തിലെ 8-ാമത്തെ ആയത്താണ് പ്രിയപ്പെട്ടവർ. 7-ാമത്തെയും 8-ാമത്തെയും ഒക്കെ ആയത്തുകളാണ് ഞാൻ നിങ്ങളെ ഓതി കേൾപ്പിച്ചത്. അതിൻ്റെ ആശയവും കൂടി ഇതിനോട് ചേർത്ത് തന്നെ പറയേണ്ടതാണ്. ഖുർആൻ എന്ത് പറയുന്നു? നീതിയെക്കുറിച്ച്, സാമൂഹികമായ നീതിയെക്കുറിച്ച് ഇസ്ലാം എന്തു പറയുന്നു? അതിൻ്റെ 1-ാമത്തെ പ്രമാണമായ ഖുർആൻ എന്തു പറയുന്നു? ഖുർആൻ പറയുന്നു വദ്കുറൂ നിഅമത്തല്ലാഹി അലൈക്കും. മസ്ജിദുർ റഹ്മയുടെ മിമ്പറിൽ നിന്നുകൊണ്ട് ഒരു ക്ലാസ് എടുക്കുമ്പോൾ എനിക്ക് തോന്നുന്നു നമ്മളോട് അല്ലാഹു തആല പറഞ്ഞതാണിത്. നിങ്ങൾക്ക് അല്ലാഹു ചെയ്തു തന്ന അനുഗ്രഹം നിങ്ങളെപ്പോഴും ഓർക്കുക. അല്ലേ? ഒരുപാട് AC പള്ളിയിലാണ് നമ്മൾ ഇരിക്കണത്. എന്തായിരുന്നു ആദ്യത്തെ ഷെഡ്? എന്തായിരുന്നു ആദ്യത്തെ അവസ്ഥ? എങ്ങനെയായിരുന്നു നമ്മളെ അവസ്ഥ? അല്ലാഹ് പറയണേ, എപ്പോഴും ജീവിതത്തിൽ നമ്മൾ ഓർക്കേണ്ടത് വദ്കുറൂ നിഅമത്തല്ലാഹി അലൈക്കും. നിങ്ങളുടെ മേൽ അല്ലാഹു തആല ചെയ്തു തന്ന അനുഗ്രഹങ്ങൾ നിങ്ങൾ ഓർക്കുക. എന്നിട്ട് അല്ലാഹു തആല രണ്ടാമത് പറഞ്ഞാൽ ആ അനുഗ്രഹങ്ങളെ ഓർമ്മിപ്പിച്ചിട്ട് അല്ലാഹു തആല പറഞ്ഞാൽ ബിഹി, ഏതൊരു അല്ലാഹുവുമായിട്ടാണോ നിങ്ങൾ ശക്തിമത്തായ കരാറുണ്ടാക്കിയത് ആ കരാറുകളെയും നിങ്ങൾ ഓർക്കുക. എങ്ങനെ? വാസക്കുംബിഹി, കരാറിനെ പുതുക്കിയത് ആരുമായിട്ടാ? ഖുർആനും സുന്നത്തും അനുസരിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ ദീനിൻ്റെ മാർഗത്തിൽ ഞാൻ ജീവിച്ചു കൊള്ളാമെന്ന് നമ്മൾ പ്രതിജ്ഞയെടുത്ത് അള്ളാഹുവുമായിട്ട് കരാറിനെ പുതുക്കിയ നമ്മൾ, അള്ളാഹു തആല പറയണേ വമീസാഖഹുല്ലദീ, ആ കരാർ ആരുമായിട്ടാ? അല്ലദീ, ഒരുവനായിട്ടാണ്. ഈ പ്രപഞ്ചത്തിലെ ഒരാളുമായിട്ടല്ല, ഈ പ്രപഞ്ചത്തിൽ ഒരാളുമായിട്ടല്ല. ആ കരാറ് അള്ളാഹുവിനെ മുൻനിർത്തിക്കൊണ്ട്, അള്ളാഹുവുമായിട്ടുള്ള കരാറാണ്. ആ കരാറിനെ മുൻനിർത്തിക്കൊണ്ട് ആ കരാറ് പുതുക്കിയ, ആ കരാറിനെ ബലപ്പെടുത്തിയവരെ നിങ്ങൾ അതും ഓർക്കേണ്ടതുണ്ട് കേട്ടോ. എന്നിട്ടാണ് അല്ലാഹു തആല പറയുന്നത് ഇത് ഖുൽതും സമഅനാ വഅതഅനാ, നിങ്ങൾ പറയുന്ന സന്ദർഭമൊക്കെ ഞങ്ങൾ കേട്ടിട്ടുണ്ട്. അല്ലാഹ് പറയണേ ഇത് ഖുൽതും, നിങ്ങൾ പറഞ്ഞ സന്ദർഭം ഉണ്ടല്ലോ, അതൊക്കെ നിങ്ങളൊന്ന് ഓർമ്മയിലേക്ക് കൊണ്ടുപോവാ. എന്താ പറഞ്ഞത്? സമഅനാ, അല്ലാഹ് പറഞ്ഞതൊക്കെ ഞങ്ങൾ കേട്ടിട്ടുണ്ട്. വഅതഅനാ, ഞങ്ങളതൊക്കെ അനുസരിച്ചിട്ടുണ്ട്. എന്നിട്ട് അല്ലാഹു തആല പറയണേ വത്തഖുല്ലാഹ്, അല്ലാഹനെ സൂക്ഷിച്ചിട്ടുണ്ടോ? അതും
അള്ളാഹുവിനുള്ള സൂക്ഷ്മത, തഖ്വ, അതും നിങ്ങൾ കൃത്യമായി സൂക്ഷിച്ചോ. ഇന്നല്ലാഹ അലീമും ബിദാത്തിസ് സുദൂർ. ആയത്ത് അല്ലാഹു തആല അവസാനിപ്പിച്ചത് ഓരോരുത്തരുടെയും നെഞ്ചകങ്ങളിൽ ഓരോരുത്തരും ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത് അള്ളാഹ്ക്ക് കൃത്യമായിട്ട് അറിയാം. മാഅല്ലാഹ്, ഞാനിത് പറഞ്ഞത് അള്ളാഹുവിൻ്റെ ഖുർആനാണ് എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവുകളാണ് പ്രിയപ്പെട്ടവരിത്. ആ ആയത്ത് അവസാനിപ്പിച്ചപ്പോൾ അല്ലാഹു തആല പറഞ്ഞത് ബാക്കിയുള്ള ആയത്തുകൾ പോലെയല്ല. ഇന്നല്ലാഹ അലീമും ബിദാത്തിസ് സുദൂർ. ഓരോരുത്തരും എന്താണ്, എങ്ങനെയാണ്, എപ്രകാരമാണ്, എന്തെല്ലാമാണ് ചിന്തിച്ചത്, എന്തെല്ലാമാണ് ചെയ്തത്, എന്തെല്ലാമാണ് പ്രവർത്തിച്ചത്, എന്തെല്ലാമാണ് വിചാരിച്ചത്, എല്ലാം സർവാധിനാഥനായ തമ്പുരാൻ അറിയാം. അള്ളാഹനെ സൂക്ഷിച്ചിട്ടുണ്ടോ? തഖ്വ നിലനിർത്തിയിട്ടുണ്ടോ? ഞങ്ങൾ കേട്ടിട്ടുണ്ട്, ഞങ്ങൾ അനുസരിച്ചിട്ടുണ്ട് എന്ന ഒരു ഒഴുക്കം മട്ടി പറഞ്ഞതാണോ? അതിനൊക്കെ ഞങ്ങൾ ശ്രമിച്ചിട്ടുണ്ട് എന്ന് വരുത്തി തീർത്തതാണോ? അതൊക്കെ അങ്ങനെയാണ് എന്ന് ഞങ്ങൾ വിചാരിച്ചതാണോ? എല്ലാം അറിയുന്ന ഒരു റബ്ബ്, ആ റബ്ബ് നമ്മുടെ മുമ്പിലേക്ക് പറയണം അല്ല ചെയ്തു തന്ന അനുഗ്രഹം ഓർത്തോട്ടോ, മറക്കണ്ട. അള്ളാഹുമായിട്ടാണ് കരാറിനെ പുതുക്കിയതും കരാറിനെ നമ്മൾ ബലപ്പെടുത്തിയതും അതിനെ നമ്മൾ പുതുക്കിയത് എന്ന കാര്യവും നമ്മൾ മറന്നു പോകണ്ട. എന്നിട്ട് അല്ലാഹു തആല തൊട്ടടുത്ത ആയത്തിൽ വീണ്ടും പറയണേ, തീർച്ചയായും യാ അയ്യുഹല്ലദീന ആമനൂ കൂനൂ ഖവ്വാമീന ലില്ലാഹി ശുഹദാഅ ബിൽ ഖിസ്ത്. അല്ലയോ വിശ്വാസികളെ, കൂനൂ ഖവ്വാമീന ലില്ലാഹ്, അല്ലാഹ്ക്ക് വേണ്ടി നിങ്ങൾ നിർവഹിക്കണം. അവിടെ ആദ്യം അള്ളാഹിനോട് പറഞ്ഞു കൂനൂ ഖവ്വാമീന, നേരത്തെ പറഞ്ഞത് കൂനൂ ഖവ്വാമീന ബിൽ ഖിസ്ത് ശുഹദാഅ ലില്ലാഹ് എന്ന് പറഞ്ഞത്. ഇവിടെ പറഞ്ഞതല്ല, ഇവിടെ പറഞ്ഞത് കൂനൂ ഖവ്വാമീന ലില്ലാഹി ശുഹദാഅ ബിൽ ഖിസ്ത്. അല്ലാഹ്ക്ക് വേണ്ടി നിങ്ങൾ എഴുന്നേറ്റ് നിൽക്കണം. അല്ലാഹ്ക്ക് വേണ്ടി നിങ്ങൾ ഏത് കാര്യം നിർവഹിക്കുമ്പോഴും ഇത് അല്ലാഹ്ക്ക് വേണ്ടിയാകണം. ശുഹദാഅ ബിൽ ഖിസ്ത്, നീതിയും നിർവഹിക്കപ്പെടണം. എത്ര ഭംഗിയായിട്ടാണ് ഖുർആൻ നമ്മളെ ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിക്കുന്നത്. എത്ര കൃത്യമായിട്ടാണ് ഖുർആൻ വഴികൾ വെട്ടിത്തെളിച്ച് നമ്മുടെ മുമ്പിലേക്ക് ഇട്ടു തരുന്നത്. നേരത്തെ പറഞ്ഞപ്പോൾ അള്ളാഹുവിൻ്റെ ഷഹാദത്തിന് സാക്ഷിയായവരെ നിങ്ങൾ നീതിക്ക് സാക്ഷിയായിട്ട് വേണം കാര്യങ്ങൾ നിർവഹിക്കാൻ എന്ന് പറഞ്ഞു. ഇവിടെ പറഞ്ഞപ്പോൾ അള്ളാഹുവിന് വേണ്ടി കാര്യങ്ങൾ നിർവഹിക്കുന്നവരെ ശുഹദാഅ ബിൽ ഖിസ്ത്, നീതിയോടുകൂടിയായിരിക്കണം നിങ്ങൾ കാര്യങ്ങൾ നിർവഹിക്കേണ്ടത്, അതിന് സാക്ഷിയായിട്ടായിരിക്കണം കാര്യങ്ങൾ നിർവഹിക്കേണ്ടത് എന്ന് പറഞ്ഞു. എന്നിട്ട് അല്ലാഹു തആല പറഞ്ഞത് വലാ യജ്രിമന്നകും ശനആനു ഖൗമിൻ. പലവിധ പ്രശ്നം, മനുഷ്യന്മാരാണല്ലോ, മനുഷ്യന്മാരുടെ പലവിധ പ്രശ്നം ഉണ്ടാകും. ഈ പ്രശ്നങ്ങളെയൊന്നും പകയാക്കരുത്, ഈ പ്രശ്നങ്ങളൊന്നും വിദ്വേഷമാകരുത്, ഈ പ്രശ്നങ്ങളൊന്നും നമ്മൾ അവരോടുള്ള വിദ്വേഷത്തിൻ്റെ ആ ഒരു പ്രേരകമായ മനസ്സുണ്ടാകരുത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, പരിശുദ്ധമായ ഒരു റമദാനിൻ്റെ ഏറ്റവും ശ്രേഷ്ഠമായ സമയത്താണ് ഞാനും നിങ്ങൾ ഇരിക്കുന്നത്. ഒരാളോട് നമ്മുടെ മനസ്സിൽ വരുന്ന ഒരു ഇല്ല് എന്ന് ഖുർആൻ ഉപയോഗിച്ച ഏറ്റവും നിസ്സാരമായ വിശ്വാസികൾ തമ്മിലുള്ള ഒരു മാനസികമായ അകലം പോലും എൻ്റെയും നിങ്ങളുടെയും വ്രതം വരെ അല്ലാഹു തആല തടഞ്ഞു വെക്കാൻ കാരണമാകുമെന്ന് ഞാൻ പറയേണ്ടതില്ലോ, നമുക്ക് എല്ലാവർക്കും അറിയാം. അല്ലാഹു തആല വീണ്ടും പറയണേ, നിങ്ങൾ തമ്മിലുള്ള ഏതെങ്കിലും ശനആൻ, ഏതെങ്കിലും ഒരു വിദ്വേഷമോ അതുപോലെയുള്ള ഏതെങ്കിലും ഒരു മാനസികമായിട്ടുള്ള അകൽച്ചയോ നിങ്ങളെ പ്രേരിപ്പിക്കരുത്. എന്തിനു പ്രേരിപ്പിക്കരുത്? അലാ അല്ലാ തഅദിലു, അവരോട് അനീതി പ്രവർത്തിക്കാൻ, അവരോട് അന്യായം പ്രവർത്തിക്കാൻ, അവരോട് നീതികേട് കാണിക്കാൻ നിങ്ങളെ പ്രേരിപ്പിക്കരുത്. പിന്നെ എന്താ വേണ്ടത്? ഇഅ്ദിലു, വിശ്വാസികളെ, അല്ലാഹ്ക്ക് വേണ്ടി സാക്ഷ്യം വഹിക്കുന്നവരെ, നിങ്ങൾ നീതിക്ക് വേണ്ടി സാക്ഷ്യം വഹിച്ചേ പറ്റൂ. ഇഅ്ദിലു, നിങ്ങൾ നീതി പ്രവർത്തിച്ചേ പറ്റൂ, നീതി നിർവഹിച്ചേ പറ്റൂ, നീതി നിലനിർത്തിയേ പറ്റൂ. ഹുവ അഖ്റബു ലിത്തഖ്വ, മുത്തഖീങ്ങളാകണമെങ്കിൽ ആ നീതിക്ക് സാക്ഷിയാവുക എന്നതാണ് അതിനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്നത്. എന്നിട്ട് അല്ലാഹു തആല ആ ആയത്തിൽ അവസാനിപ്പിച്ചുകൊണ്ട് പറഞ്ഞു വത്തഖുല്ലാഹ ഇന്നല്ലാഹ ഖബീറും ബിമാ തഅമലൂൻ. എല്ലായിടത്തും അല്ലാഹു തആല വീണ്ടും തഖ്വയെക്കുറിച്ച് പറയുന്നുണ്ട്. ഈ ആയത്തുകളൊക്കെ നിങ്ങൾ നോക്കിയോ, വത്തഖുല്ലാഹ്. അതെന്താ കാരണം? ഇത് അള്ളാഹുവിനെ കുറിച്ചുള്ള കൃത്യമായ നിതാന്ത ജാഗ്രവത്തായ ഒരു തഖ്വാബോധം ഹൃദയത്തിൽ ഉടലെടുത്താൽ മാത്രമേ മനുഷ്യവർഗത്തിന് നിലനിർത്തി പോകാൻ പറ്റൂ. അല്ലെങ്കിൽ അവൻ്റെ താല്പര്യങ്ങൾ കടന്നു വരും, അല്ലെങ്കിൽ അവൻ്റെ ചായ്വുകൾ അവനെ പ്രേരിപ്പിക്കും, അല്ലെങ്കിൽ അവൻ ആരെയെങ്കിലുമൊക്കെ അവഗണിക്കുന്നവനാകും. എവിടെയെങ്കിലുമൊക്കെ അനീതിപരമായ അന്യായപരമായ ഒരു വാക്കെങ്കിലും, ഒരു നോട്ടമെങ്കിലും,
ഒരു പ്രവർത്തനമെങ്കിലും ജീവിതത്തിൽ വന്നു പോകും. അതുകൊണ്ട് അല്ലാഹു തആല വീണ്ടും വീണ്ടും നമ്മളോട് പറയുന്നു വത്തഖുല്ലാഹ്, അള്ളാഹിനെ സൂക്ഷിക്കണം കേട്ടോ. അള്ളാഹുവിൻ്റെ നിയമങ്ങളാണ്, അവൻ്റെ നിർദ്ദേശങ്ങളാണ്, അവൻ്റെ ആയത്തുകളാണ്. അള്ളാഹിനെ സൂക്ഷിക്കണം കേട്ടോ. തീർച്ചയായും ഇന്നല്ലാഹ ഖബീറും ബിമാ തഅമലൂൻ. ഓരോരുത്തരും പ്രവർത്തിക്കുന്നത്, നിങ്ങൾ ഓരോരുത്തരും, നമ്മൾ ഓരോരുത്തരും പ്രവർത്തിക്കുന്നത് സസൂക്ഷ്മം അറിയുന്നവനാണ് അല്ലാഹു എന്ന് പറഞ്ഞുകൊണ്ട് ആയത്ത് അവസാനിപ്പിച്ചു. വഅദല്ലാഹുല്ലദീന ആമനൂ വഅമിലുസ് സ്വാലിഹാ. 9-ാമത്തെ ആയത്ത്. അള്ളാഹു ചില വാദകൾ നമുക്ക് നൽകിയിട്ടുണ്ട്. ആരായിരിക്കണം അവർ? ഇപ്പറഞ്ഞ വിശ്വാസികളായിരിക്കണം. വഅദല്ലാഹുല്ലദീന ആമനൂ. കനേഷുമാരും അപ്പളമാരും അല്ലെങ്കിൽ നമുക്കിഷ്ടമുള്ള ഒരു മേഖലയിൽ ഈമാൻ ഉൾക്കൊള്ളുന്നവരും വിശ്വാസികളായാൽ പറ്റില്ല. അള്ളാഹ് പറഞ്ഞ എല്ലാ ക്വാളിറ്റിയും അള്ളാഹുവിനെ മുൻനിർത്തി തഖ്വാബോധത്തോടുകൂടി ശരിയായ വിശ്വാസികളാകുമോ, അള്ളാഹു ഇതാ നിങ്ങൾക്ക് വാദ നൽകുന്നു, അള്ളാഹു നിങ്ങൾക്കിതാ വാഗ്ദത്തം നൽകുന്നു. വഅമിലുസ് സ്വാലിഹാ. ആ ഈമാനിനനുസൃതമായിട്ടുള്ള ജീവിതവും വേണം. സ്വാലിഹാത്തിൻ്റെ അമലുസ്വാലിഹാത്തിൻ്റെ ജീവിത പ്രവർത്തന മേഖലകളും വേണം. അള്ളാഹു എന്താണ് വാഗ്ദാനം ചെയ്യുന്നത്? ലഹും മഗ്ഫിറ, അവർക്ക് അള്ളാഹുവിൻ്റെ പാപമോചനമുണ്ട്. വഅജ്റുൻ അളീം, അള്ളാഹുവിൻ്റെ മഹത്തായ പ്രതിഫലവുമുണ്ട്. ഇതാണ് അള്ളാഹു തആല അവർക്ക് വാഗ്ദത്തം ചെയ്തിട്ടുള്ളത്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ആലോചിച്ച് നോക്കുക. എനിക്കും നിങ്ങൾക്കും ഇത് കിട്ടണമെങ്കിൽ, ഞാനും നിങ്ങളും ഇത് ആഗ്രഹിച്ചുകൊണ്ട് അള്ളാഹുവിനോട് ചോദിക്കുന്നുണ്ടെങ്കിൽ, അള്ളാഹു തആല പറയുന്ന ആ ഈമാനുള്ള, ആ അമൽ സ്വാലിഹാത്തുകളുള്ള യഥാർത്ഥ വിശ്വാസികളായി ജീവിതത്തിൻ്റെ ഓരോ ഘട്ടങ്ങളിലും, ജീവിതത്തിൻ്റെ ഓരോ സന്ദർഭങ്ങളിലും നമ്മൾ ആ രൂപത്തിൽ അള്ളാഹുവുമായിട്ടുള്ള ബന്ധത്തെ കാത്തു സൂക്ഷിച്ചവരാകണം. എവിടെയെങ്കിലും പാടിച്ച പറ്റിയിട്ടുണ്ടെങ്കിൽ, എവിടെയെങ്കിലും വീഴ്ച പറ്റിയിട്ടുണ്ടെങ്കിൽ, എവിടെയെങ്കിലും പോരായ്മ പറ്റിയിട്ടുണ്ടെങ്കിൽ, ആർക്കാണെങ്കിലും ശരി, എവിടെയാണെങ്കിലും ശരി, എപ്പോഴാണെങ്കിലും ശരി, നമ്മളാണ് ആത്മാർത്ഥമായി പശ്ചാത്തപിക്കേണ്ടത്. ഓരോരുത്തർക്കും എല്ലാം അറിയുന്ന ഒരു നാഥൻ്റെ മുന്നിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഓരോരുത്തരും അവനവനെക്കുറിച്ചാണ് ആലോചിക്കേണ്ടത്, അവനവൻ്റെ മേഖലയാണ് ആലോചിക്കേണ്ടത്, അവനവനെക്കുറിച്ചാണ് ചിന്തിക്കേണ്ടത്. ഞാൻ ഒറ്റയ്ക്ക് അള്ളാഹുവിൻ്റെ മുമ്പിൽ ചെന്ന് നിൽക്കേണ്ട ദിവസം, എൻ്റെ മനസ്സിലുള്ളതെല്ലാം അള്ളാഹു തആല വാരി വലിച്ച് പുറത്തിടുന്ന ദിവസം, എന്നെ അപമാനിക്കപ്പെടാതിരിക്കാൻ അള്ളാഹുവേ എനിക്ക് നിന്നിലേക്ക് ഇരു കൈകളും ഉയർത്തി പശ്ചാത്തപിക്കാൻ ഞാൻ എൻ്റെ ഏതൊരു സഹോദരനോടാണ്, ഞാൻ എൻ്റെ ഏതൊരു സഹോദരിയോടാണ്, ഞാൻ എൻ്റെ ഏതൊരു ബന്ധത്തിൽ കോട്ടം സംഭവിക്കുന്ന ഒരു വിദ്വേഷത്തോടു കൂടിയാണ് ഞാൻ പ്രവർത്തിച്ചത്, അവരോട് ആദ്യം നമ്മൾ ചോദിച്ചാൽ മാത്രമാണല്ലോ അല്ലാഹു തആല നമുക്ക് നമ്മുടെ ആ പാപങ്ങൾ വിട്ടുപുറത്ത് മാപ്പാക്കി തരിക. അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും ഈ നീതിയുടെ വിഷയത്തിൽ ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുന്ന പ്രമാണങ്ങൾക്കനുസൃതമായിട്ടുള്ള ഒരു നീതിയുടെ സാക്ഷികളാകാൻ ഓരോ സന്ദർഭത്തിലും ഓരോ വേളകളിലും നമ്മൾ ഓരോ കാര്യങ്ങളും കൃത്യനിർവഹണങ്ങളും നിർവഹിക്കുമ്പോൾ നമുക്ക് സാധിച്ചിട്ടുണ്ടോ, നമുക്ക് സാധിക്കുന്നുണ്ടോ, അങ്ങനെ സാധിക്കുന്ന ഒരു നിലപാടിലേക്ക് എത്താനുള്ള ഒരു മാനസികമായ തലം നമ്മൾ ഒരുക്കിയിട്ടുണ്ടോ എന്ന് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കുക. ഇനി മഹാനായ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് പറയേണ്ടത്. എങ്ങനെയാണ് ഇസ്ലാമിലെ നീതി? പ്രവാചകൻ പറഞ്ഞു, സബ്അത്തുൻ യുളില്ലുഹുമുല്ലാഹു ഫീ ളില്ലിഹി യൗമ ലാ ളില്ല ഇല്ലാ ളില്ലുഹു. മനുഷ്യന്മാരുടെ ഒരു ചാൺ മുകളിലായിട്ട് സൂര്യൻ അല്ലാഹു തആല കത്തിച്ചു നിർത്തുന്ന ദിവസം, ഖിയാമത്ത് നാളിൽ 7 വിഭാഗം ആളുകൾക്ക് അല്ലാഹുവിൻ്റെ തണൽ കിട്ടും. ആ 7 വിഭാഗം ആളുകൾ ആരാണ്? ആ തണലല്ലാത്ത മറ്റൊരു തണലുമില്ലാത്ത ആ ഒരു ദിവസത്തിൽ ആ 7 ആളുകളിൽ ഒന്നാമത്തെ ആൾ ആരാണ്? പ്രവാചക തിരുമേനി പറഞ്ഞു, ഇമാമുൻ ആദിലുൻ, നീതിമാനായ ഭരണാധികാരി എന്ന് വേണമെങ്കിൽ പറയാം, നീതിമാനായ ഇമാം, നേതാവ് എന്ന് പറയാം, നീതിമാനായ ഇമാം, നമ്മുടെ മുമ്പിൽ നമുക്ക് നമസ്കാരത്തിന് നേതൃത്വം കൊടുക്കുന്ന ഇമാമ് എന്ന് പറയാം, നമ്മളെ മഹല്ലിന് നേതൃത്വം കൊടുക്കുന്ന ഖത്തീബ് എന്ന് പറയാം. അങ്ങനെ എല്ലാ പദവികളും ഇമാമിയത്തിൻ്റെ പദവിയാണ്. ഒരു ഭരണാധികാരി ഇമാമിയത്തിൻ്റെ പദവിയിലാണ്, ഒരു കുടുംബനാഥൻ ഇമാമിയത്തിൻ്റെ പദവിയിലാണ്, അതുപോലെ തന്നെ ഒരു അധ്യാപകൻ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഇമാമിയത്തിൻ്റെ പദവിയിലാണ്. ഇവിടെയെല്ലാം നീതിയോടുകൂടി. ആദ്യം പറഞ്ഞ വിഷയം അതാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ആലോചിച്ച് നോക്ക്, മദീനയുടെ എല്ലാ നിലയ്ക്കുമുള്ള ഇമാമായിരുന്നു പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം. നമുക്കറിയാം, എല്ലാ മേഖലയിലും ആരാധനാ വിഷയങ്ങളിൽ ഇമാമാണ്, അവരുടെ പ്രശ്നങ്ങളിൽ ഇമാമാണ്, അവരുടെ കൈകാര്യകർത്താവാണ്. അഥവാ എല്ലാ കാര്യങ്ങളും പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിർദ്ദേശം അനുസരിച്ചിട്ടാണ്
യസ്രിബ് എന്ന് പറയുന്ന ആ നാട് മദീനത്തു റസൂലിലേക്ക് മാറ്റപ്പെടുമ്പോൾ അങ്ങനെയാണ് മദീനയുടെ നേതാവായിട്ട്, മദീനയുടെ ഇമാമായിട്ട് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ വരുന്നത്. എങ്ങനെയാണ് അദ്ദേഹം നീതിക്ക് സാക്ഷിയായത്? അവിടുത്തെ ജീവിതത്തിൽ ഈ നീതിക്ക് സാക്ഷിയാകാത്ത ഏതെങ്കിലും ഒരു സന്ദർഭത്തിന് അദ്ദേഹം കൂട്ടുനിന്നിട്ടുണ്ടോ? അങ്ങനെ ഏതെങ്കിലും ഒരു സമയമോ സന്ദർഭമോ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നിന്ന് ആർക്കെങ്കിലും ശത്രുക്കളാകുന്ന ആളുകൾക്ക് പോലും ഒന്ന് കോട്ട് ചെയ്ത് പറയാൻ കിട്ടിയിട്ടുണ്ടോ? ഇല്ല. എന്നാൽ പ്രവാചകൻ നീതിക്ക് സാക്ഷിയായതിന് ഒരൊറ്റ സംഭവം മതി. എന്താണത്? മഖ്ദൂം ഗോത്രക്കാരിയായ, വളരെ ഉയർന്ന മഖ്ദൂം എന്ന് പറയുന്ന ആ മദീനത്തെ ഗോത്രക്കാരിയായ ഒരു സ്ത്രീ കളവ് നടത്തി. നമുക്കെല്ലാവർക്കും അറിയാം സംഭവം. സ്വാഭാവികമായിട്ടും കട്ടവൻ്റെ കൈമുറിക്കണം. ഇസ്ലാമിൻ്റെ നിയമം അതാണ്, അള്ളാഹുവിൻ്റെ നിയമം അതാണ്. പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ അരികിൽ ആ വിഷയം വരും, ശിക്ഷ നടപ്പാക്കപ്പെടും. അപ്പോൾ ഒരു ഉന്നത കുലജാതയായ, കുല ഗോത്രക്കാരിയായ ഞങ്ങളുടെ ഗോത്രത്തിൽപ്പെട്ട ഒരു സ്ത്രീ ഇനിയുള്ള നാൾ മുഴുവൻ കട്ടതിൻ്റെ പേരിൽ കൈമുറിക്കപ്പെട്ടവളായി ആ ശിക്ഷയ്ക്ക് വിധേയയായിട്ട് അതൊരു അപമാനമാണല്ലോ എന്ന് വിചാരിച്ച് ആ ശിക്ഷയൊന്ന് ഇളവ് ചെയ്ത് കിട്ടാൻ വേണ്ടി അവർ ആളെ അന്വേഷിച്ചിറങ്ങി. അവർ ചെന്നെത്തുന്നത് മഹാനായ പ്രവാചകന്റെ പോറ്റുമകൻ ഹാരിസത്തിൻ്റെ മകൻ ഉസാമത്ത് ബിൻ സെയ്ദിൻ്റെ അരികിലേക്കാണ്. ഉസാമത്ത് ബിൻ സെയ്ദിനെ പിടിച്ചു. വേറെ എന്തെങ്കിലും ഒരു ശിക്ഷയായിട്ട് ഇളവ് നൽകി തീർച്ചയായും ആ പ്രശ്നം ഒന്ന് പരിഹരിക്കണം. കൈമുറിക്കുക എന്ന് പറയുന്നതിന് ഒരു അളവ് കിട്ടണം. ഉസാമയെ ചട്ടം കെട്ടി പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുന്നിലേക്ക് ചെല്ലുമ്പോൾ, പ്രവാചകനോട് വിഷയം അവതരിപ്പിക്കുമ്പോൾ പ്രവാചകന്റെ മുഖം ചുവന്നു. അദ്ദേഹത്തിൻ്റെ മുഖത്ത് ദേഷ്യഭാവങ്ങൾ വിവരണമായി. അദ്ദേഹത്തിൻ്റെ ശബ്ദമുയർന്നു. അദ്ദേഹം അവിടുന്ന് പ്രഖ്യാപിച്ചു, വലൗ സരിഖത്ത് ഫാത്തിമ ബിൻത് മുഹമ്മദ് ലഖതഅതു യദഹ. മുഹമ്മദിൻ്റെ മകൾ ഫാത്തിമയാണ് കട്ടതെങ്കിൽ ഈ മുഹമ്മദ് അവളുടെ കൈ ഛേദിക്കുക തന്നെ ചെയ്യും. ഇതാണ് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നീതിബോധം. സ്വന്തക്കാർക്ക് വേണ്ടി നമ്മുടേതായ കാര്യങ്ങൾ നമ്മൾ നീക്കി വെച്ച് കൊടുക്കുന്നവരുണ്ട്. സക്കാത്തിൻ്റെ മുതലുകൾ, സദക്കയുടെ മുതലുകൾ, അതുപോലെ വരുന്ന വരുമാനങ്ങൾ, ഇതിലൊക്കെ നമ്മൾ നമ്മുടേതായ താല്പര്യങ്ങൾ കാണിക്കുന്നുവെങ്കിൽ, നിങ്ങൾ കാണിക്കുന്ന അർത്ഥത്തിലല്ല, സമൂഹത്തിൽ അങ്ങനെയൊക്കെ കാണിക്കപ്പെടുന്ന, സമൂഹത്തിൽ അങ്ങനെയൊക്കെ നിർവഹിക്കപ്പെടുന്ന, സമൂഹത്തിൽ അങ്ങനെയൊക്കെ തങ്ങളുടേതായ ഇഷ്ടക്കാരെ ഈ രൂപത്തിൽ കൊണ്ടു നടക്കുന്ന ഒരുപാട് മത നേതൃത്വങ്ങൾ നമ്മുടെ ഇടയിലുണ്ടല്ലോ. ഇതാണോ ഇസ്ലാമിലെ നീതി? അല്ല. ലോകത്തിൻ്റെ മുന്നിൽ ഏറ്റവും വലിയ നീതിയാണ് ഇസ്ലാം എന്ന് തല ഉയർത്തിപ്പിടിച്ച്, നട്ടെല്ല് നിവർത്തിപ്പിടിച്ച് ലോകത്തിന് മാതൃകയാകേണ്ടവരാണ് ഞാനും നിങ്ങളും. ആ മാതൃകയാണ് മഹാനായ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ 1400 വർഷങ്ങൾക്ക് മുമ്പ് അവിടെ നിന്നുണ്ടായ വിഷയത്തിൽ അവിടെ നിന്ന് പ്രഖ്യാപിച്ചത് എൻ്റെ മകൾ ഫാത്തിമ. അതാണ് പ്രിയപ്പെട്ടവരെ ഇസ്ലാമിൻ്റെ നീതിയായി നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്നിട്ട് ഒന്നുകൂടി പ്രവാചകൻ അതിനോട് ചേർത്ത് പറഞ്ഞു, നിങ്ങൾക്ക് മുമ്പുള്ളവർ നശിച്ചത്, നിങ്ങൾക്ക് മുമ്പുള്ള സമൂഹങ്ങൾ നശിച്ചു പോയത്, അവരിലെ ഉന്നത കുലജാതരാകുന്ന ആളുകൾക്ക് ഒരു നിയമവും, അവരിലെ താഴ്ന്നു നിൽക്കുന്ന താഴ്ന്ന കുലജാതിക്കാരായിട്ടുള്ള ആളുകൾക്ക് മറ്റൊരു നിയമവുമായി അവർ നടപ്പിലാക്കിയത് കൊണ്ടാണ് നിങ്ങൾക്ക് മുമ്പുള്ളതായ സമുദായങ്ങൾ നശിക്കാൻ ഇടയായത് എന്ന് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു അറിയിപ്പ് കൂടി ഈ സംഭവത്തിൻ്റെ പിന്നാലെ നമുക്ക് വായിക്കാൻ കഴിയും. വെറുതെ ഒരു നിമിഷ നേരം ഞാനും നിങ്ങളൊന്ന് ആലോചിക്കുന്നത് നല്ലതാണ് കേട്ടോ. നാശത്തിലേക്കാണോ നമ്മൾ പോകുന്നത്? ഉയർച്ചയിലേക്കാണോ നമ്മൾ പോകുന്നത്? നമ്മുടെ വളർച്ചയിലേക്കാണോ നമ്മൾ പോകുന്നത്? തളർച്ചയിലേക്കാണോ നമ്മൾ പോകുന്നത്? നമ്മൾ സ്വയം നമ്മളൊന്ന് വിലയിരുത്തുന്നത് നല്ലതാണ് അല്ലേ? കാരണം അങ്ങനെയാണല്ലോ ഇസ്ലാമിൻ്റെ ഒരു വിഷയം നമ്മൾ കേട്ടാൽ ഈമാനുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ മനസ്സാക്ഷിയിൽ അവരത് വിലയിരുത്തിക്കൊണ്ടിരിക്കും. പ്രവാചക തിരുമേനിയുടെ ആ പ്രവചനം എനിക്ക് തോന്നുന്നു ഒരു നൂറ്റാണ്ടിൻ്റെ പാരമ്പര്യത്തിൽ നിൽക്കുന്ന നമ്മൾ വളർച്ചയിലേക്കാണോ തളർച്ചയിലേക്കാണോ എന്ന് ചോദിക്കുന്നിടത്ത് ഈ നീതിയുമായി ബന്ധപ്പെട്ട വലിയ വിഷയങ്ങളില്ലേ? ഈ നീതി നിഷേധിക്കപ്പെട്ട വിഷയങ്ങളില്ലേ? ഈ നീതി നൽകപ്പെടാതെ ഉപജാപക സംഘത്തെ തീർച്ചയായും പോറ്റി വളർത്തി അതിന് എല്ലാ നിലയിലും പാലും തേനും കൊടുത്ത് ഊട്ടി വളർത്തി തങ്ങളുടേതായ ഇരിപ്പിടങ്ങൾക്ക് വേണ്ടി വളർത്തിയവരായിട്ടുള്ള ആളുകളുടെ
അനീതിപരമായ അന്യായപരമായ പ്രവർത്തനങ്ങൾക്ക് കൃത്യമായ പങ്കില്ലേ? അത് പറയുമ്പോൾ ഒരു പക്ഷേ ഞാനും നിങ്ങളും ഒറ്റ സ്വരത്തിൽ പറയും ഉണ്ട്. എന്നാൽ ആ പങ്കിൻ്റെ ചെറുത് നമുക്കുണ്ടായാൽ ആ പങ്കിൻ്റെ മറുവശം അള്ളാഹുവിൻ്റെ പ്രവാചകൻ പറഞ്ഞ നാശത്തിലേക്ക് തന്നെയാണ്. നിങ്ങളുടെ പൂർവിക സമുദായം നശിച്ചത്, നിങ്ങളുടെ പൂർവിക സമൂഹങ്ങൾ നശിച്ചത് ഈ രണ്ട് അനീതിപരമായിട്ടുള്ള, അല്ലെങ്കിൽ നീതിക്ക് രണ്ട് പാർട്ടികൾ ഉണ്ടാക്കിയത് കൊണ്ടാണ് എന്ന് പ്രവാചക തിരുമേനി പറയുന്ന നാശത്തിലേക്ക് മാത്രമേ ഏതൊരു സമുദായവും ഏതൊരു സമൂഹവും എത്തപ്പെടുകയുള്ളൂ. അതിലൊരു സംശയവുമില്ല. അതുകൊണ്ട് ആ വിഷയത്തെ നമ്മൾ അവിടെ ചുരുക്കുകയാണ്. പ്രവാചകൻ്റെ ഒരുപാട് ഉദാഹരണങ്ങൾ നമുക്ക് കാണാൻ കഴിയും. അവിടെ നിന്ന് വേറൊന്നും ഉദ്ധരിക്കപ്പെടാത്തിടത്തോളം കാലം പ്രവാചകൻ്റെ എല്ലാ വിധിയും, പ്രവാചകൻ്റെ എല്ലാ തീരുമാനങ്ങളും, പ്രവാചകൻ്റെ എല്ലാ നടപടികളും, പ്രവാചകത്വം കിട്ടുന്നതിന് മുമ്പ് ഹജറുൽ അസ്വദ് എടുത്തു വെക്കാൻ വേണ്ടി പ്രവാചകൻ ഗോത്രത്തലവന്മാർ തമ്മിൽ പരസ്പരം ശണ്ട കൂടുന്നിടത്ത് മുതൽ അവിടുന്ന് പ്രവാചകത്വത്തിൻ്റെ അവസാനത്തെ ശ്വാസം വരെ അദ്ദേഹം ജീവിച്ചിരിക്കുന്ന എല്ലാ രംഗവും നീതി മാത്രമാണ്. തന്നോടൊപ്പം ആദ്യമായി വിശ്വസിച്ച പുരുഷൻ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ്. താൻ പനി പിടിച്ച് വിറങ്ങലിച്ച് കിടക്കുമ്പോൾ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ അബൂബക്കറിനോട് ജനങ്ങൾക്ക് ഇമാമായി നിന്ന് നമസ്കരിക്കാൻ ആവശ്യപ്പെടുന്നുണ്ട്. കേട്ടുനിന്ന ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, പ്രവാചകരെ, എൻ്റെ പിതാവ് ഖുർആൻ ഓതിയാൽ കരഞ്ഞു പോകുമല്ലോ, എന്ത് ചെയ്യും? അതുകൊണ്ട് മറ്റൊരാളെ ഇല്ല. അബൂബക്കറിന് കിട്ടേണ്ട നീതി പ്രവാചകൻ നിഷേധിച്ചിട്ടില്ല. പ്രവാചകൻ വീണ്ടും അവിടെ നിന്ന് പറഞ്ഞു, അബൂബക്കറിനോട് ജനങ്ങൾക്ക് ഇമാമായിട്ട് നിന്ന് നമസ്കരിക്കാൻ പറയും. ഒരാൾക്കും പ്രവാചകനിൽ നിന്ന് ഒരു നീതി നഷ്ടപ്പെട്ടിട്ടില്ല. പ്രവാചകനിൽ നിന്ന് ഒരു അന്യായത്തിന് ഒരാളും വിധേയമായിട്ടില്ല. മരണപ്പെടുന്നതിൻ്റെ തൊട്ട് തലേ ദിവസം പ്രവാചകൻ രണ്ടാളുകളുടെ ചുമലിൽ അവിടെ നിന്ന് കൈയിട്ടിട്ട് പ്രവാചകൻ ആ മദീനത്തെ മിമ്പറിൽ വന്നിരുന്നു. എന്നിട്ട് ആയിരിക്കുന്ന സമൂഹത്തോടൊന്നടങ്കം പറഞ്ഞു, എന്നിൽ നിന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രതികാരം എടുക്കാനുണ്ടെങ്കിൽ നിങ്ങൾ എന്നിൽ നിന്ന് ഇപ്പോൾ പ്രതികാരം എടുത്തുകൊള്ളണം. ഞാൻ നിങ്ങൾക്ക് എന്തെങ്കിലും അവകാശങ്ങൾ തരാനുണ്ടെങ്കിൽ നിങ്ങൾ അവകാശങ്ങൾ ഇപ്പോൾ എന്നോട് ചോദിച്ചു വാങ്ങിക്കൊള്ളണം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. മയ്യത്തോണ്ടൊന്നും വെച്ചിട്ടല്ല, അല്ലേ? നമ്മളിപ്പോൾ മയ്യത്തോണ്ടെന്ന് വെച്ചിട്ടാണ് ഇയാൾ എന്തെങ്കിലും വാക്കാലോ എന്തെങ്കിലും പ്രവർത്തിയാലോ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ഒക്കെ പുറത്തു കൊടുക്കണം എന്ന് പറഞ്ഞേ. അല്ല, പ്രവാചകന്റെ നടപടി അതല്ല. പ്രവാചകന്റെ നടപടി, പ്രവാചകൻ ഈ ലോകത്ത് നിന്ന് വഫാത്തായി പോകുന്നതിൻ്റെ തൊട്ട് തലേ ദിവസം പ്രവാചകൻ ഏന്തി വലിഞ്ഞ് മദീനത്തെ മിമ്പറിലേക്ക് വന്നിരുന്നിട്ട് ആ മിമ്പറിൻ്റെ മുമ്പിലുള്ള തൻ്റെ സമൂഹത്തോട് അവിടുന്ന് ഓരോ അവകാശവും അവിടുന്ന് ഓരോ കാര്യങ്ങളും പൊരുത്തപ്പെടിച്ചിട്ടാണ് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്തോട് വിട പറഞ്ഞു പോകുന്നത്. നമ്മളൊക്കെ ഓടിച്ചാടി മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ കുല്ലും മുസബ്ബഹുൻ ലി അഹ്ലിഹി വൽ മൗതു അദ്നാ മിൻ ശിറാകീന അലിഹി. അല്ലേ? ഇങ്ങനെ നമ്മളൊക്കെ എത്ര കൂളായിട്ടാണ് ജീവിക്കുന്നത്, എത്ര കൂളാണ്. നമുക്ക് പലരുമായിട്ട് പല പ്രശ്നങ്ങളുമുണ്ട്, പലരുമായിട്ട് പല പ്രയാസങ്ങളുമുണ്ട്, പലരോടും നമുക്ക് പല ബാധ്യതകളുമുണ്ട്, പലർക്കും നമ്മൾ കൊടുക്കേണ്ടത് കൊടുക്കാതെ ഇനിയും ബാക്കിയുണ്ട്, നമുക്കറിയാം. പക്ഷേ ഓരോ പ്രഭാതവും നമ്മളിങ്ങനെ ഒരുപാട് ശൂലുകളായിട്ട് ഒരുപാട് പണികളായിട്ട് നമ്മളിങ്ങനെ ഉയർത്തെഴുന്നേൽക്കുന്നു, ഉണർന്നെഴുന്നേൽക്കുന്നു. വൽമൗത്തു അദ്നാ മിൻ ശിറാകീന അലിഹി. ആ ഓടിക്കൊണ്ടിരിക്കുന്ന മനുഷ്യൻ്റെ കാലിൽ ധരിച്ചിരിക്കുന്ന ചെരുപ്പിൻ്റെ വാറിനേക്കാൾ സമീപസ്ഥമാണ് അവൻ്റെ മരണമെന്ന് അവൻ ഓർക്കുന്നില്ല. ആ മരണത്തെക്കുറിച്ച് അവന് ചിന്തയില്ല. മരണത്തെക്കുറിച്ച് ഓർമ്മയുള്ളവൻ അവൻ ഏന്തി വലിഞ്ഞ് പള്ളിയിൽ വരും. പൊരുത്തപ്പെടാനുള്ളിടത്തേക്ക് അവൻ ചെല്ലും. ഒരു ഈഗോയും ഉണ്ടാകൂല, ഒരു കിബറുണ്ടാകൂല, ഒരു ഔന്നിത്യം ഉണ്ടാകൂല. ഔന്നിത്യമുള്ളവർക്കുള്ളതല്ല പ്രിയപ്പെട്ടവരെ പരലോകം. അല്ലാഹ് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, ഞാനൊരു വലിയ ആളാണ്, ഞാൻ മഹാസംഭവമാണ്, ഞാൻ അങ്ങനെയാണ്, എനിക്ക് ഇത്ര വർഷത്തെ പാരമ്പര്യമുണ്ട്. ഒന്നുമില്ല. തിൽക്കദ്ദാറുൽ ആഖിറ അല്ലാഹ് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, പരലോക ഭവനം ലാ നജ്അലുഹാ ഉലുവൻ ഫിൽ അർള്, ഈ ഭൂമിയിൽ ഔന്നിത്യം ആഗ്രഹിക്കുന്നവർക്കുള്ളതല്ല. ഇത്ര വ്യക്തമായി ഖുർആൻ പറഞ്ഞ വിഷയമാണ്. പിന്നെ ഞാനാരാ? ഞാനൊരു കീടം. നമ്മളാരാ? നമ്മളൊക്കെ വെറും അണുക്കൾ മാത്രം, അല്ലെങ്കിൽ വെറും ഒരു അമീബയുടെ വില പോലുമില്ലാത്ത, ഒരു ഏകകോശ ജീവിയുടെ വില പോലുമില്ലാത്തവർ മാത്രം. പരലോകം അവർക്കുള്ളതല്ല. ഈ ദുനിയാവില് ഔന്നിത്യം ആഗ്രഹിച്ചവരോ വലാ ഫസാദൻ, ഈ ദുനിയാവില് എന്തെങ്കിലും കുഴപ്പങ്ങൾ ഉണ്ടാക്കി കാണാൻ വേണ്ടി ആഗ്രഹിച്ചവർക്കോ ഉള്ളതല്ല പരലോകം എന്നത് അല്ലാഹു തആല കൃത്യമായി പറഞ്ഞു. വേണമെങ്കിൽ എടുത്തു വെച്ച് നോക്കിക്കോ, 26-ാമത്തെ അധ്യായം സൂറത്ത് ശുഅറായിലെ 83-ാമത്തെ വചനമാണ്. അപ്പം പരലോകം നമ്മുടെ മനസ്സിലേക്ക് വന്നാൽ നമ്മൾ ആരുടെ മുന്നിലും കൊച്ചുകുട്ടിയെ പോലെ കരയും. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു കാലഘട്ടത്തിലേക്ക് ഇനി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്.
സഹാബാക്കൾ ഖുലഫാ റാഷിദീങ്ങളിലേക്കാണ് വരേണ്ടത്. ഖുലഫാ റാഷിദീങ്ങളിലെ പ്രമുഖരായ 2 പേര് ഭരണാധിപത്യം ഏറ്റെടുത്തു. ആരൊക്കെയാണ്? ഒന്ന് മഹാനായ സിദ്ദീഖുൽ അക്ബർ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, രണ്ടാമത് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു. നിങ്ങൾ വെറുതെ ഒന്ന് കേട്ടു നോക്ക്. മഹാനായ ഹൈക്കൽ മുഹമ്മദ് എന്ന് പറയുന്ന പേരുള്ള ഹൈക്കൽ എന്ന് പ്രസിദ്ധി നേടിയ ഹൈക്കൽ അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ മഹാനായ ഇമാം അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഭരണാധിപത്യം ഏറ്റെടുത്ത ഒന്ന് ആലോചിച്ചോട്ടോ. ഒരു ഭരണകൂടത്തിൻ്റെ മക്കയും മദീനയും ഉൾപ്പെടുന്ന ഒരു പ്രവിശ്യയുടെ അമീറുൽ മുഅ്മിനീനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ്. അദ്ദേഹം പള്ളിയിൽ സമ്മേളിച്ചവരുടെ ബൈഅത്ത് പൂർത്തിയായി. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എഴുന്നേറ്റ് നിന്ന് അവരോട് പ്രസംഗിക്കുകയാണ്. ഖലീഫ എന്ന നിലയ്ക്കുള്ള ആ പ്രസംഗം യുക്തിദീക്ഷയുടെയും നീതിബോധത്തിൻ്റെയും തികഞ്ഞ നിദർശനമായിരുന്നു. ഒരാളോടും ഒരു അനീതിയുടെ വക്താവായിട്ടാണ് ഞാനിവിടെ നിൽക്കുന്നത് എന്നല്ല, എന്നാൽ ഒട്ടുമേ യുക്തിയില്ലാത്ത, ആർക്കും പറ്റിക്കാവുന്ന, ആർക്കും കബളിപ്പിക്കാവുന്ന, ആർക്കും വന്ന് എങ്ങനെയും നമ്മളെ കബളിപ്പിച്ചു പോകാവുന്ന ഒരവസ്ഥയിലുമല്ല അവർ. മറിച്ച് കൃത്യമായ യുക്തിബോധമുണ്ട്, അതോടൊപ്പം തന്നെ നീതിബോധവുമുണ്ട്. അങ്ങനെയാണ് അവർ ജനങ്ങളെ അഭിമുഖീകരിച്ചത്. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞ വാക്ക് വയ്ക്കുക, ജനങ്ങളെ നിങ്ങളുടെ ഭാഗധേയം എന്നിൽ അർപ്പിക്കപ്പെട്ടിരിക്കുകയാണ്. ഓരോ ഇമാമത്തേറ്റെടുക്കുന്നവരും അവർ കൃത്യമായി മനസ്സിലാക്കണം, ഇത് ജനങ്ങളോടുള്ള ഭാഗധേയമാണ്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, മിമ്പറുകൾ ഏറ്റെടുക്കുന്ന ഇമാമുമാർ അവർ ഇതൊരു അമാനത്താണ് എന്ന് മനസ്സിലാക്കി അവനവനെ കൊണ്ട് സാധിക്കുന്ന രൂപത്തിൽ അവനവൻ വിഷയം പഠിക്കാതെ ഇതൊരു തൊഴിലായി കാണുന്നുവെങ്കിൽ ഉറപ്പായിട്ടും നാളെ പാരത്രിക ലോകത്ത് അവൻ വിചാരണ ചെയ്യപ്പെടും. ഒരു സംശയമില്ല. കാരണം ഒരു അമാനത്താണ്. ഓരോ ഉത്തരവാദിത്വവും അമാനത്താണ്. ആ അമാനത്തുകൾ കൃത്യമായി നമ്മൾ നിർവഹിക്കണം. നമുക്ക് കഴിയുന്ന രൂപത്തിൽ നമ്മൾ കൃത്യമായി ആ അമാനത്തിനെ വിശുദ്ധ ഖുർആനിയും തിരുസുന്നത്തിൻ്റെയും അടിസ്ഥാനത്തിൽ പഠിച്ചും അന്വേഷിച്ചും പരതിയും നമ്മൾ കൃത്യമായിട്ട് ആ അമാനത്ത് നിർവഹിക്കണം. ഇവിടെ ആ അമാനത്ത് ഏൽപ്പിക്കപ്പെട്ട, അതുപോലെ ഒരു യൂണിറ്റിൻ്റെ സെക്രട്ടറിയാണോ, ഒരു യൂണിറ്റിൻ്റെ പ്രസിഡന്റാണോ, ഒരു യൂണിറ്റിൻ്റെ ഒരു ഭാരവാഹിയാണോ, അമാനത്താണ്. ആ മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വാക്കുകളതാണ്, നിങ്ങളുടെ ഭാഗധേയം നിങ്ങൾ എന്നെ അമീറുൽ മുഅ്മിനീനായി തിരഞ്ഞെടുത്തിരിക്കുന്നു, എന്നിൽ അർപ്പിക്കപ്പെട്ടിരിക്കുകയാണ്. നിങ്ങളിൽ അത്യുത്തമനല്ല ഞാൻ, നിങ്ങളെക്കാൾ ഹൈറുള്ള, നിങ്ങളെക്കാൾ ഉന്നതമായ എന്തോ ഉള്ള ഒരാളല്ല ഞാൻ നിങ്ങളിൽ ഒരുവൻ മാത്രമാണ്. ഞാൻ സുകൃതം ചെയ്താൽ എന്നെ സഹായിക്കുക. അടിവരയിട്ടോ. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അദ്ദേഹം ഖിലാഫത്ത് ഏറ്റെടുത്തിട്ട് ആ മദീനത്തെ മിമ്പറിൽ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മിമ്പറിൽ കയറി നിന്നിട്ട് പറഞ്ഞതാണ്, ഞാൻ നിങ്ങളെക്കാൾ അത്യുത്തമനല്ല, പിന്നെയോ ഞാൻ സുകൃതം ചെയ്താൽ നിങ്ങൾ എന്നെ സഹായിക്കുക. നമ്മൾ എന്തിനൊക്കെ വേണ്ടിയാണ് നമ്മൾ ഇമാറത്തിനെ സഹായിച്ചുകൊണ്ടിരിക്കുന്നത്? നമ്മൾ എന്തോരമാണ് വഴിവിട്ട് നമ്മൾ ഇമാറത്തുകളെ സഹായിച്ചുകൊണ്ടിരിക്കുന്നത്? എന്തിനെല്ലാം വേണ്ടിയോ നമ്മൾ ഇങ്ങനെ ഇസ്ലാമിൻ്റെ എല്ലാ നിയമങ്ങളെയും ഇസ്ലാമിൻ്റെ അധ്യാപനങ്ങളെയും കാറ്റിൽ പറത്തി നമ്മളങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ മഹാനായ അമീറുൽ മുഅ്മിനീൻ്റെ വാക്കുകൾക്ക് വീണ്ടും പ്രസക്തി കൂടുകയാണ്. വീണ്ടും അദ്ദേഹം പറഞ്ഞു, തെറ്റ് ചെയ്താൽ തിരുത്തുക. തെറ്റ് ചെയ്താൽ മനുഷ്യ സഹജമായി എനിക്ക് വീഴ്ച വന്നാൽ എന്നെ തിരുത്തുക. സത്യസന്ധത എന്ന് പറയുന്നത് ഒരു അമാനത്താണ്. ഞാൻ നിങ്ങളോട് സത്യസന്ധമായിട്ടാണ് പെരുമാറേണ്ടത്. സത്യസന്ധതയാണ് ഏൽപ്പിക്കപ്പെടുന്ന കർമ്മത്തിലുണ്ടാകേണ്ടത്. അതൊരു അമാനത്താണ്. അസത്യം എന്ന് പറയുന്നത് വഞ്ചനയും, സത്യസന്ധതയ്ക്ക് വിരുദ്ധമായിട്ട് ചെയ്യുക എന്ന് പറയുന്നത് അത് വഞ്ചനയാണ്. നിങ്ങളിലുള്ള ദുർബലൻ, എന്നിട്ട് അദ്ദേഹം പറഞ്ഞ വാക്കാണ്, നിങ്ങളിലുള്ള ദുർബലൻ ഞാൻ അവൻ്റെ അവകാശം നേടിക്കൊടുക്കുവോളം എനിക്കവൻ ശക്തനാണ്. ഒരു ദുർബലൻ്റെ ഒരവകാശം പോലും തടയപ്പെടില്ല എന്നർത്ഥം. തടയപ്പെടില്ല. ഞാൻ അമീറുൽ മുഅ്മിനീനായിരിക്കുന്നിടത്തോളം കാലം ഒരു ദുർബലൻ്റെയും അവകാശം തടയപ്പെടില്ല. അത് അനീതിയാണ്, അത് തടയപ്പെടില്ല. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, എന്നിലുള്ള ശക്തി, നിങ്ങളിലുള്ള ശക്തൻ, അവനിൽ നിന്ന് അന്യരുടെ അവകാശം ഞാൻ വാങ്ങുന്നിടത്തോളം കാലം അവൻ എനിക്ക് ദുർബലനാണ്. അതാണല്ലോ സക്കാത്തിൻ്റെ വിഷയത്തിൽ അദ്ദേഹം യുദ്ധത്തിനൊരുങ്ങിയത്. മറ്റൊരാളുടെ അവകാശം തരൂല എന്ന് പറഞ്ഞാൽ അവൻ എത്ര ശക്തനാണെങ്കിലും ശരി, എത്ര ശക്തവാനായിട്ടുള്ള കുല മഹിമയുടെ ഉടമയാണെങ്കിലും ശരി, ഗോത്രത്തിലുള്ളവനാണെങ്കിലും ശരി, കുടുംബ മഹിമയുള്ളവനാണെങ്കിലും ശരി, പാരമ്പര്യമുള്ളവനാണെങ്കിലും ശരി, ഞാൻ അവനുമായിട്ട് ഏറ്റുമുട്ടും. എന്നിട്ട് ആ അവകാശം ഞാൻ വാങ്ങുക തന്നെ ചെയ്യും. കിട്ടേണ്ട ഒരു അവകാശം ദുർബലനാണെങ്കിൽ അവൻ്റെ അവകാശം കൊടുക്കുന്നിടത്തോളം കാലം ഞാൻ അവനോടൊപ്പം ശക്തമായിട്ട് നിലകൊള്ളുകയും ചെയ്യും.
ഇങ്ങനെയാണ് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അദ്ദേഹം ഭരണാധിപത്യം ഏറ്റെടുത്തിട്ട് ആദ്യമായി അദ്ദേഹം സംസാരിച്ച സംസാരത്തിൻ്റെ പ്രസക്തമായ ഭാഗങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നത്. ഏതൊരു ജനത ദൈവമാർഗത്തിലുള്ള ത്യാഗം വെടിയുന്നുവോ അവരെ അള്ളാഹു നിന്ദ്യരാക്കും. എന്ത് സംഘങ്ങളും സംഘടനകളും പ്രസ്ഥാനങ്ങളും ഒക്കെ ഒന്ന് ആലോചിക്കുന്നതല്ലാണ്ടോ? എന്തിനാ ദഅവത്തിനാണ്. എന്തിനാ സംഘടന? ദഅവത്തിനാണ്. ആ ദഅവത്ത് എന്ന് പറയുന്ന സംഗതികൾക്ക് അപ്രധാനം പോകുന്നൊരവസ്ഥയിലേക്ക്, അതൊക്കെ വളരെ ഒരു ഓരത്തുകൂടി പോകുന്നൊരവസ്ഥയിലേക്ക് നമ്മൾ പോയാൽ, മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഈ വാക്കുകളിൽ നിങ്ങൾ എടുത്തോ, ഏതൊരു ജനത ദൈവമാർഗത്തിലുള്ള ത്യാഗം വെടിയുന്നുവോ അവരെ അള്ളാഹു നിന്ദ്യരും ഹീനരുമാക്കും. ഏതൊരു ജനത മറ്റൊരു വിഭാഗത്തെക്കുറിച്ച് അപവാദം പ്രചരിപ്പിക്കുന്നുവോ അവനിൽ അള്ളാഹു ദുരിതം വ്യാപകമാക്കും. ഞാൻ അള്ളാഹുവിനെയും അവൻ്റെ ദൂതനെയും അനുസരിക്കുന്നിടത്തോളം കാലം നിങ്ങൾ എന്നെ അനുസരിക്കുക. ഞാൻ അള്ളാഹുവിനെയും അവൻ്റെ ദൂതനെയും ധിക്കരിച്ചാൽ എന്നെ അനുസരിക്കാൻ നിങ്ങൾക്ക് ബാധ്യതയില്ല. ഇനി നമുക്ക് നമസ്കരിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആ മിമ്പറിൽ നിന്ന് താഴേക്ക് ഇറങ്ങിയിട്ട് ആ വഖത്തിന്റെ നേതൃത്വം കൊടുത്ത് ജുമാ ഖുതുബല്ല, ആ അമാനത്ത് ഏൽപ്പിക്കപ്പെട്ടപ്പോൾ അദ്ദേഹം ജനങ്ങളെ അഭിമുഖീകരിച്ച് സംസാരിച്ചിട്ട് ഈ സംസാരം പറഞ്ഞ് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞിട്ട് അദ്ദേഹം നേരെ ഇനി നമുക്ക് നമസ്കരിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം നമസ്കാരത്തിലേക്ക് പ്രവേശിച്ചു. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അദ്ദേഹം ഭരണാധിപത്യം ഏറ്റെടുത്തപ്പോൾ അന്ന് രാത്രി അദ്ദേഹത്തിന് ഉറങ്ങാൻ കഴിഞ്ഞില്ല. ഏറ്റെടുത്തിരിക്കുന്ന അമാനത്തിൻ്റെ വിചാരണയെക്കുറിച്ച് ആലോചിച്ചിട്ട് അതിൻ്റെ പ്രാധാന്യവും അതിൻ്റെ ബാഹുല്യവും അത് സംബന്ധമായിട്ടുണ്ടാകുന്ന പാരത്രിക ലോകത്തെ വിചാരണയെക്കുറിച്ച് ആലോചിച്ചിട്ട് അദ്ദേഹത്തിന് ഉറങ്ങാൻ കഴിഞ്ഞില്ല. ഭാവിയെക്കുറിച്ചുള്ള ഒട്ടേറെ ചിന്തകൾ അദ്ദേഹത്തിൻ്റെ മനസ്സിനെ മതിച്ചുകൊണ്ടിരുന്നു. പാതിരാവിൽ തന്നെ അദ്ദേഹം പള്ളിയിലേക്ക് പോയി. പുലരും വരെ പ്രാർത്ഥനയിൽ മുഴുകി. ഞാനിത് വായിക്കുന്നത്, ഞാൻ മനഃപൂർവ്വം ഇത് ഫോട്ടോസ്റ്റാറ്റ് എടുത്ത് കൊണ്ടുവന്നാ. എന്താണെന്നോ, നമ്മളൊക്കെ വളരെ കൂളായിട്ടാണ് പ്രസിഡന്റ് പദവിയും മേടിച്ചിട്ട് എവിടെ പോണത്, വീട്ടിൽ പോണത് അല്ലേ? പ്രസിഡന്റിൻ്റെ പദവി കിട്ടിയാൽ, ഈ സംസ്ഥാന പ്രസിഡന്റിൻ്റെ പദവി കിട്ടിയാൽ ഞാൻ അതിനും തയ്യാറാണെന്ന് പാട്ടില്ല. എന്താ കാരണം? നമുക്ക് ഈ അമാനത്തിനെ കുറിച്ച് അറിയില്ല. ഇത് അദാലത്തോടുകൂടി, ഇത് നീതിയോടുകൂടി, എന്നിലുള്ള ഏറ്റവും ദുർബലനായ ഒരാളുടെ ഒരു അവകാശമെങ്ങാനും എന്നാൽ തടയപ്പെട്ടാൽ നാളെ അവൻ എനിക്കെതിരിൽ അല്ലാഹുവിൻ്റെ കോടതിയിലുണ്ടാകും എന്ന ഒരു പേടി പോലും നമുക്കില്ല, ഭയപ്പാട് പോലില്ല. അന്ന് രാത്രി അദ്ദേഹത്തിന് ഉറങ്ങാൻ കഴിഞ്ഞില്ല. അദ്ദേഹം പുലരുവോളം പള്ളിയിൽ പോയി പ്രാർത്ഥനയിൽ മുഴുകി. പ്രഭാത നമസ്കാരത്തിന് ആളുകൾ വന്നു തുടങ്ങി. കൂടിയവരോടെല്ലാം അദ്ദേഹത്തെ വന്നവർ അദ്ദേഹം അമീർ മുഅ്മിനീനായതിൻ്റെ സന്തോഷം പ്രകടിപ്പിച്ച് എല്ലാവരും സ്വാഗതം ചെയ്തു. എന്നിട്ടും അദ്ദേഹം മിമ്പറിൽ കയറിയില്ലട്ടോ. അദ്ദേഹം സുബഹിക്ക് നേതൃത്വം കൊടുത്തു. അദ്ദേഹം ളുഹർ നമസ്കാരത്തിന് നേതൃത്വം കൊടുത്തു. അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഒരുപാട് ചിന്തകൾ ഇങ്ങനെ മതിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താകും ഈ അമാനത്ത്, എന്താകും? അവസാനം മധ്യാഹ്ന നമസ്കാര സമയത്ത് അദ്ദേഹം, അഥവാ അസ്ർ നമസ്കാര സമയത്ത് അദ്ദേഹം മിമ്പറിൽ കയറി. അബൂബക്കർ റളിയല്ലാഹു അൻഹു നിന്ന പടിയേക്കാൾ ഒരടി താഴെയാണ് നിന്നത്. ഞാൻ എപ്പോഴും ആലോചിച്ചിട്ടുണ്ട്, നിങ്ങളൊന്ന് ആലോചിക്കുക, എനിക്ക് അബൂബക്കറിനോളം ഇല്ല വില, എനിക്ക് അബൂബക്കറിനോളം ഇല്ല സ്ഥാനം, എനിക്ക് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവോളം എൻ്റെ പദവി അവിടം വരെ എത്തൂല. അത് കൃത്യമായിട്ട് ഉമർ റളിയല്ലാഹു അൻഹു തൻ്റെ പ്രവർത്തനത്തിലൂടെ കാണിക്കണേ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നിന്ന മിമ്പറിൻ്റെ പടിയുടെ ഒരു താഴെയാണ് ഉമർ റളിയല്ലാഹു അൻഹു നിന്നത്. അവിടെ നിന്നിട്ടാണ് അദ്ദേഹം ജനങ്ങളെ അഭിസംബോധന ചെയ്യുന്നത്. എന്നിട്ടല്ല, അള്ളാഹുവിനെ സ്തുതിച്ചു, പ്രവാചകന്റെ മേൽ രക്ഷാപ്രാർത്ഥന നിർവഹിച്ചു. ശേഷം അദ്ദേഹം പറഞ്ഞു, ഞാൻ നിങ്ങളിൽ ഒരുവൻ തന്നെയാണ്. എല്ലാവരും പറയുന്ന ആദ്യത്തെ വാക്കതാണ് കേട്ടോ. അബൂബക്കർ സിദ്ദീഖ് പറഞ്ഞു, ഞാൻ നിങ്ങളെക്കാൾ അത്യുത്തമനല്ല എന്ന് പറയാൻ തുടങ്ങിയത് എന്തോ ഒരു മഹാസംഭവമല്ല, ഇതൊരു അമാനത്ത്. ഇതിങ്ങനെ കാലചക്രത്തിൻ്റെ സംചക്രണം എന്ന് പറയുന്ന പോലെ അതിങ്ങനെ ഇങ്ങനെ തിരിയുന്നതിനനുസരിച്ച് കൈമാറി അല്ലാഹു തആല കൊടുത്തുകൊണ്ടിരിക്കുന്നത് എല്ലാ അധികാരങ്ങളും. അല്ലാഹുമ്മ മാലിക്കൽ മുൽക്ക് തുഅത്തിൽ മുൽക്ക് എന്ന് സൂറത്ത് ആൽ ഇംറാനിൽ നമ്മൾ ഓതാറില്ലേ, അത് തന്നെ. അതിങ്ങനെ കറങ്ങി ഇങ്ങനെ പോരുന്നത്. ഞാൻ നിങ്ങളെക്കാൾ ഉന്നതനായതുകൊണ്ടോ ഉത്തമനായതുകൊണ്ടോ നിങ്ങളെക്കാൾ ശ്രേഷ്ഠവാറായതുകൊണ്ടോ അല്ല, ഞാൻ നിങ്ങളിൽ ഒരുവൻ തന്നെയാണ്. എൻ്റെ മുൻഗാമിയുടെ ശാസന നിരസിക്കാൻ കഴിയുമായിരുന്നുവെങ്കിൽ ഞാൻ നിങ്ങളുടെ ഈ നേതൃത്വം ഏറ്റെടുക്കുമായിരുന്നില്ല.
അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവാണ് ഉമർ റളിയല്ലാഹു അൻഹുവിനെ ഇമാറത്ത് ഏൽപ്പിക്കുന്നത്. അമീറുൽ മുഅ്മിനീനായിട്ട് ഇമാറത്ത് ഏൽപ്പിക്കുന്നത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അദ്ദേഹം നേരിട്ട് ബൈഅത്ത് ചെയ്ത് താങ്കളാണ് അടുത്ത ഖലീഫ എന്ന് പറഞ്ഞ് ഏൽപ്പിച്ചിട്ടാണ് പോകുന്നത്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, തികഞ്ഞ വിനയവും സൗമ്യതയും നിറഞ്ഞു നിന്ന വാക്കുകളിൽ അദ്ദേഹം പറഞ്ഞു, ഇരു കൈകളും അദ്ദേഹം അള്ളാഹുവിലേക്ക് ഉയർത്തിയിട്ട്, അള്ളാഹുവേ, ഞാൻ പരുഷപ്രകൃതനാണ്, എന്നെ നീ സൗമ്യനാക്കണമേ. എല്ലാവരും കേട്ടു നിൽക്കെ ആ മിമ്പറിൻ്റെ താഴത്തെ പടിയിൽ നിന്നിട്ട് ഉമർ റളിയല്ലാഹു അൻഹു നടത്തുന്ന പ്രാർത്ഥനയാണ്, ഏതെങ്കിലും ഒരു ഇമാറത്ത് ഏറ്റെടുത്തിട്ട് എനിക്കോ നിങ്ങൾക്കോ നമുക്കാർക്കെങ്കിലും അങ്ങനെ, എൻ്റെ സ്വഭാവം ശരിയല്ല, എൻ്റെ സ്വഭാവം മോശമാണ്, എൻ്റെ സ്വഭാവത്തിൽ ഇത്തിരി കോപമുണ്ട്, ഇത്തിരി മുൻ പറയാൻ പറ്റാറുണ്ട്. ഉമർ റളിയല്ലാഹു അൻഹു ലോകത്തോട് അദ്ദേഹം ആദിലായതിൻ്റെ കാരണം എന്നാണ് പ്രിയപ്പെട്ടവരെ, ആ അദാലത്തിനെ പൂർണ്ണമായും തൻ്റെ മനസ്സിലേക്ക് അദ്ദേഹം ഇറക്കി വെച്ചിട്ടാണ് അദ്ദേഹം അമീറുൽ മുഅ്മിനീനായത്. അതുകൊണ്ട് അതിലിൻ്റെ പര്യായം ഉമറാണോ എന്ന് ചോദിക്കേണ്ടി വരും. അതിൽ എന്ന് പറയുന്ന നീതിയുടെ പര്യായം ഉമറാണോ അതല്ല കിസ്താണോ എന്ന് ചോദിക്കേണ്ടി വരും. ഉമർന്ന് എഴുതിയാൽ മാർക്ക് കൊടുക്കണോ എന്ന് പറയേണ്ടി വരും. അത്രമേൽ അദ്ദേഹത്തിന് സാധിച്ചത്. അദ്ദേഹം ആദ്യത്തെ അഭിസംബോധനയിൽ അദ്ദേഹം അത് പറഞ്ഞിട്ടാണ് തുടങ്ങുന്നത്. എന്നിട്ട് അദ്ദേഹം പ്രാർത്ഥിച്ചു, ഞാൻ ദുർബലനാണ്. ആര്? ഉമർ റളിയല്ലാഹു അൻഹു ഒരു വഴിയെ പോയാൽ പിശാച് വേറൊരു വഴിയെ പോകുന്ന റസൂൽ പറഞ്ഞതാ. ഉമർ നടന്നു വരുന്ന വഴിയിൽ നടക്കാൻ പിശാചിന് പോലും പേടിയാണ് എന്ന് പറഞ്ഞ ഉമർ റളിയല്ലാഹു അൻഹു ആ ജനതയോട് പറയണേ, അള്ളാഹുവേ, ഞാൻ ദുർബലനാണ്. ഇവരുടെ കാര്യങ്ങളെല്ലാം ഏറ്റെടുത്ത് നടത്തി കൊടുക്കാൻ പറ്റുമോ? ഇവരോടുള്ള അമാനത്ത് നിർവഹിക്കാൻ പറ്റുമോ? ഇവരോട് നീതിപൂർവകമായിട്ട് പ്രവർത്തിക്കാൻ പറ്റുമോ? ഇവർക്കുള്ള കടമകളും കടപ്പാടുകളും അവകാശങ്ങളും എനിക്ക് എത്രത്തോളം ചെയ്തു കൊടുക്കാൻ പറ്റും? ഞാൻ ദുർബലനാണല്ലോ, നീ എന്നെ ശക്തനാക്കണേ. അതുപോലെ തന്നെ ഞാൻ ലുബ്ധനാണ്, എന്നെ നീ ഉദാരനാക്കണേ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കൊടുത്തതുപോലെ കൊടുക്കാൻ എൻ്റെ മനസ്സിന് അത്രത്തോളം വിശാലത ഉണ്ടായിട്ടില്ല. എനിക്ക് ലുബ്ധുണ്ടായിട്ടുണ്ട്, എനിക്ക് പിശുക്കുണ്ടായിട്ടുണ്ട്. പടച്ചവനെ, ഇനി കൊടുക്കുന്നിടത്ത് നീ എന്നെ പരമാവധി ഉദാരനാക്കണമേ. അല്പസമയത്തെ മൗനത്തിന് ശേഷം ജനങ്ങളോട് ഇങ്ങനെ പറഞ്ഞു, അള്ളാഹു എന്നിലൂടെ നിങ്ങളെ പരീക്ഷിക്കുകയാണ്. രണ്ടു കൂട്ടർക്കും പരീക്ഷണമാണ് പ്രിയപ്പെട്ടവരെ. അള്ളാഹു എന്നിലൂടെ നിങ്ങളെ പരീക്ഷിക്കുകയാണ്, നിങ്ങളിലൂടെ എന്നെയും. എൻ്റെ ഇരു സഖാക്കളും ലോകത്തോട് വിട പറഞ്ഞു പോയതിന് ശേഷം ഈ ഉള്ളവനെ നിങ്ങൾക്കിടയിൽ നിലനിർത്തിയിരിക്കുന്നു. അതിനാൽ അള്ളാഹുവാണ്, നിങ്ങളിൽ ആരെങ്കിലും നന്മ ചെയ്താൽ നാം അവരോട് സന്മനോഭാവം പ്രകടിപ്പിക്കും, തിന്മ പ്രവർത്തിച്ചാൽ ഏറ്റവും കഠിനമായി ഞാൻ ശിക്ഷിക്കുകയും ചെയ്യും. ഇത് പറഞ്ഞുകൊണ്ട് അദ്ദേഹം മിമ്പറിൽ നിന്നിറങ്ങി മധ്യാഹ്ന നമസ്കാരത്തിന് നേതൃത്വം കൊടുക്കാൻ വേണ്ടി മിഹ്റാബിലേക്ക് പ്രവേശിച്ചു. രണ്ട് ഖുലഫാ ഉർ റാഷിദീകളിലെ രണ്ട് പ്രമുഖരായ സ്വഹാബാക്കൾ അവർ ഇമാറത്തിൻ്റെ പദവി ഏറ്റെടുത്തപ്പോൾ ആദ്യമായി ജനങ്ങളോട് സംസാരിച്ച സംസാരത്തിൻ്റെ വാക്കുകളാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ ഈ കേട്ടത്. സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ടവർ. എത്രയോ കാതങ്ങൾ, എത്രയോ നാഴികകൾ, എത്രയോ മൈലുകൾ ഞാനും നിങ്ങളും താണ്ടേണ്ടതുണ്ട്, എത്രയോ സഞ്ചരിക്കേണ്ടതുണ്ട് നമുക്ക് എന്ന് നമ്മളൊന്ന് ആലോചിച്ചാൽ മതി. അവിടേക്ക് എത്താനല്ല, അതിൻ്റെ ഒരു 100 അയലത്തേക്കെങ്കിലും എത്താൻ വേണ്ടി നമ്മൾ ദൂരം സഞ്ചരിക്കേണ്ടതുണ്ട്. എത്ര വിനയത്തോടു കൂടിയാണ്, എത്ര സൗമ്യതയോടു കൂടിയാണ്, എത്ര സമൂഹത്തെ അവർ നീതിയുക്തമായി നീതിപൂർവകമായി വിലയിരുത്തിക്കൊണ്ടാണ് അവർ ഓരോരുത്തരും അവരുടെ അധികാരത്തിൻ്റെ സ്ഥാനങ്ങൾ അവർ ഏറ്റെടുക്കുമ്പോൾ അവർ കാണിച്ച ആ ഒരു മനോഭാവം എന്ന് നമ്മൾ ആലോചിക്കുമ്പോഴാണ് നമ്മളിൽ ചിലരെങ്കിലും പലപ്പോഴല്ലെങ്കിൽ ചിലപ്പോഴെങ്കിലും ധാർഷ്ട്യതയുടെ വർത്തമാനം പറയുന്നത്. ഇനി അവരുടെ ജീവിതത്തിൽ നമ്മൾ വായിക്കുന്നത് മുഴുവൻ, ഞാൻ നീട്ടിക്കൊണ്ടു പോകുന്നില്ല, വായിക്കുന്നത് മുഴുവൻ റളിയല്ലാഹു അൻഹു പറയണേ, ഒരു മനുഷ്യൻ ഓടി വന്നിട്ട് അമീറുൽ മുഅ്മിനീൻ എന്നെ തല്ലി എന്ന് പറയുന്ന ഒരു മനുഷ്യൻ, ഒരു ഗ്രാമീണനായ ഒരു മനുഷ്യൻ, അമീറുൽ മുഅ്മിനീൻ എന്നെ ഇന്ന ആൾ പ്രഹരിച്ചു. അപ്പോൾ അമീറുൽ മുഅ്മിനീൻ നമ്മൾ പറയാറില്ലേ, തലേ കത്തുമെന്ന് മലയെ കത്തെന്ന് ചോദിക്കണമല്ല, അമീറും ഒരു വിശാലമായ ഒരു രാജ്യത്തിൻ്റെ ഭരണാധികാരിയാണ്. അദ്ദേഹം പറഞ്ഞ് ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്താൽ അതൊക്കെ അമീറുൽ മുഅ്മിനീൻ വന്ന് പരിഹരിക്കണമെന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞുകൊണ്ട് ആ മനുഷ്യനെ അദ്ദേഹം പിണങ്ങി വിട്ടു. ആ രാത്രി മുഴുവനും റളിയല്ലാഹു അൻഹു ആ മനുഷ്യനെ, ആരാണ് ആ മനുഷ്യനെന്ന് വൈകുന്നേരം വരെ അന്വേഷിച്ച് നടന്ന് കിട്ടാതെ പോയിട്ട് ആ രാത്രി മുഴുവനും റളിയല്ലാഹു അൻഹു ഇരുന്ന് കരഞ്ഞു. ആ മനുഷ്യന് കിട്ടേണ്ട നീതി എനിക്ക് കൊടുക്കാൻ കഴിയാത്തതിൻ്റെ പേരിൽ നാളെ അല്ലാഹുവിൻ്റെ കോടതിയിൽ ആ മനുഷ്യൻ വന്ന്
എനിക്കെതിരിൽ സാക്ഷി പറയുമോ? ഒരുപാട് ചരിത്രം നമുക്കിങ്ങനെ മർദാൻ്റെ നീതിയുമായി ബന്ധപ്പെട്ടിട്ട് നമുക്ക് പറയാൻ കഴിയും. നമ്മൾ കേട്ടത്, നമ്മൾ പഠിച്ചത്, നമ്മൾ മനസ്സിലാക്കിയത്, നമ്മൾ അറിഞ്ഞതുമായ ഒരുപാട് ചരിത്രങ്ങൾ നിങ്ങളത് ആലോചിച്ച് നോക്ക്. ആ ചരിത്രങ്ങളെ ഒന്നും നമ്മൾ ഓർക്കാതെയും അതിനെ ഒന്നും നമ്മൾ വില കൽപ്പിക്കാതെയുമാണ് പലപ്പോഴും നമ്മുടെയൊക്കെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ, പ്രയാസങ്ങൾ. ഒരാളോട് അനീതി ചെയ്യരുത് എന്ന് പറയുന്നതിൻ്റെ കാരണം എന്താണെന്നറിയാമോ? ഇത്തക്കിദ്ദഅവത്തൽ മദ്ലൂം ഫഇന്നഹു ലൈസ ബൈനഹാ വബൈനല്ലാഹി ഹിജാബ്. ഇമാം ദാറുഖുത്നി റഹിമഹുല്ലാ അദ്ദേഹത്തിൻ്റെ സുനനിൽ കൊടുത്തിരിക്കുന്ന ഹദീസാണ്. നമുക്കെല്ലാവർക്കും അറിയാം, നമ്മളൊരാളോട് അനീതി ചെയ്താൽ, നമ്മളൊരാളോട് അന്യായം ചെയ്താൽ, അയാൾ ആക്രമിക്കപ്പെട്ടാൽ അയാളിൽ നിന്ന് ഉയർന്നു പോകുന്ന പ്രാർത്ഥന സൂക്ഷിക്കണം കേട്ടോ. അല്ലാഹു റസൂൽ പറയാൻ സൂക്ഷിക്കണം കേട്ടോ. കാരണം തീർച്ചയായും ലൈസ ബൈനഹാ വബൈനല്ലാഹി ഹിജാബ്, അയാളുടെ പ്രാർത്ഥനയുടെയും അള്ളാഹുവിൻ്റെയും ഇടയിൽ ഒരു മറയുമില്ല. വലൗകാന കാഫിറൻ, ഒരു റിപ്പോർട്ട് അങ്ങനെയുണ്ട്, അതൊരു അവിശ്വാസിയാണെങ്കിൽ പോലും ദൈവമേ എന്ന് വിളിച്ചാൽ, ഉടയ തമ്പുരാനെ എന്ന് വിളിച്ചാൽ, സർവേശ്വര എന്ന് വിളിച്ചാൽ, ഈശ്വര എന്ന് വിളിച്ചാൽ, അതുകൊണ്ട് ഒരാളും അന്യായത്തിന് ഞാൻ കാരണമായിട്ട് വിധേയനാക്കപ്പെടരുത് എന്ന് എനിക്കാ നിർബന്ധം ഉണ്ടാകേണ്ടത്. ആ വിധേയനാകുന്ന ആളുടെ നാവിൽ നിന്ന് ഉയർന്നു പോകുന്ന പ്രാർത്ഥന അത് വന്ന് മുട്ടിയാൽ അതൊരു പക്ഷേ നമുക്ക് വലിയ ഭാരമായി നാളെ പാരത്രിക ലോകത്തേക്ക് വരും. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച്, വളരെ ആലോചിച്ച് നമ്മൾ ഓരോ കാര്യങ്ങളിലും തീരുമാനമെടുക്കണം. മർദ്ദാന കാലഘട്ടത്തിൽ ആമിലുമാരായിട്ടുള്ള ആരാണ്, ഗവർണർമാരായിട്ടുള്ള ആളുകളുടെ വിവരങ്ങൾ അന്വേഷിക്കാൻ വേണ്ടി ആളെ വിടുന്ന പതിവുണ്ട്. അങ്ങനെ കൂഫയിലെ വലിയ പള്ളിയിൽ ഒരു അസ്ർ നമസ്കാരാനന്തരം ഖലീഫയുടെ അന്വേഷകൻ ചെന്നിരിക്കുകയാണ്. മുഫത്തിസ് എന്നൊക്കെ പറയാം, ഇൻസ്പെക്ടർ ചെന്നേക്കട്. അങ്ങനെ അദ്ദേഹം എഴുന്നേറ്റ് നിന്നിട്ട് ചോദിച്ചു, നിങ്ങളുടെ ഗവർണർ ആരാണ്? മഹാനായ സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു ആണ് എന്നും അതല്ല സഈദ് ബിൻ സുബൈർ റളിയല്ലാഹു അൻഹു ആണ് എന്നും രണ്ട് റിപ്പോർട്ട്. രണ്ടുപേരും സ്വർഗം കൊണ്ട് സന്തോഷം വാർത്തറിയിക്കപ്പെട്ടവരാണ്. രണ്ടുപേരും സ്വർഗം കൊണ്ട് സന്തോഷം വാർത്തറിയിക്കപ്പെട്ട 10 പേരിലുള്ള ആൾ സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു ആയിരുന്നുവെന്നും അതല്ല സഈദ് ബിൻ സുബൈർ റളിയല്ലാഹു അൻഹു ആയിരുന്നുവെന്നും രണ്ട് റിപ്പോർട്ടുകളുണ്ട്. എന്തായാലും ശരി, കൂഫയിലെ പള്ളിയിലേക്ക് അന്വേഷകൻ ചെന്നു. നമസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷം അന്വേഷകൻ എഴുന്നേറ്റ് നിന്നിട്ട് ചോദിച്ചു, നിങ്ങളുടെ ഗവർണറെക്കുറിച്ച് നിങ്ങൾക്ക് എന്താ അഭിപ്രായം? നിങ്ങളുടെ ഗവർണറെക്കുറിച്ച് നിങ്ങൾക്ക് എന്താ അഭിപ്രായം? അപ്പോൾ ഒരാൾ എഴുന്നേറ്റ് നിന്നിട്ട് ഉസാമത്ത് ബിൻ ഖത്താദ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ആ ആൾക്കൂട്ടത്തിൽ നിന്ന്, കുഫയിലെ വലിയ പള്ളി നിറയെ ആളിരിക്കുന്നിടത്ത് അതിൽ നിന്ന് ഒരാൾ എഴുന്നേറ്റിട്ട് ഇങ്ങനെ പറഞ്ഞു, ഫൈന സഅദൻ കാന ലാ യസീറു ബിസ്സരിയ. എനിക്ക് ഞങ്ങളുടെ ഗവർണറെക്കുറിച്ച് ആക്ഷേപമുണ്ട്. എന്താണ് ആക്ഷേപം? സഅദ് ഒരിക്കലും സൈന്യത്തോടൊപ്പം പോകാറില്ല. സൈന്യം തയ്യാറെടുത്താൽ സഅദ് റളിയല്ലാഹു പോകാറില്ല. അത് അദ്ദേഹം മാറി നിൽക്കലാണ് പതിവ്. വലാ യക്സിമു ബിസ്സവിയ, എന്തെങ്കിലും ഒന്ന് ഭാഗിച്ചു കൊടുക്കുകയാണെങ്കിൽ, വീതിച്ചു കൊടുക്കുകയാണെങ്കിൽ അതിൽ തീർച്ചയായും അദ്ദേഹം സമമായി ഭാഗിക്കാറുമില്ല. അദ്ദേഹത്തിന് ഇഷ്ടക്കാർക്ക് കുറച്ച് കൂടുതൽ കൊടുക്കും, അദ്ദേഹത്തിന് ഇഷ്ടമില്ലാത്തവർക്ക് കുറച്ച് കൊടുക്കും. അങ്ങനെ നീതി അല്ലെങ്കിൽ അതിന് സമമായി ഭാഗിക്കാറുമില്ല. വലായ അഅ്ദിലു ഫിൽ ഖളിയ, ഈ രണ്ടാളുകൾ തമ്മിലുള്ള പ്രശ്നത്തിൽ അദ്ദേഹം നീതിപൂർവം വിധിക്കാറുമില്ല. 3 ആക്ഷേപങ്ങളാണ് പറയുന്നത്. 3 ആക്ഷേപം. അപ്പോൾ ഗവർണറെക്കുറിച്ച് അന്വേഷിക്കാൻ വന്ന പള്ളി നിറയെ ആളുകളെ വക്കത്തിന് നമസ്കരിച്ച് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരാൾ എഴുന്നേറ്റിരുന്നിട്ട് ഞങ്ങളുടെ ഗവർണറെക്കുറിച്ച് എനിക്കൊരു ആക്ഷേപമുണ്ടെന്ന് പറഞ്ഞിട്ട് 3 ആക്ഷേപങ്ങൾ പറയുന്നത്. മഹാനായ സഅദ് റളിയല്ലാഹു അൻഹു അവിടെ എഴുന്നേറ്റ് നിന്നിട്ട് ഫഖാല സഅദ് എഴുന്നേറ്റ് നിന്നിട്ട്, അമാ വല്ലാഹി ലഅദുവന്ന ബിസലാസിൻ. 3 ദുആയാണ് സഅദ് റളിയല്ലാഹു അൻഹു. അമാ അറിയുക, വല്ലാഹി അല്ലാഹുവിനെ തന്നെയാണ് സത്യം, ലഅദുവന്ന ബിസലാസിൻ, 3 കാര്യങ്ങൾ കൊണ്ട് അല്ലാഹുവേ ഞാൻ നിന്നോട് ദുആ ചെയ്യുന്നു. അല്ലാഹുമ്മ ഇൻ കാന അബ്ദുക കാദിബൻ കാമരിയായൻ വസംഅ. ഈ മനുഷ്യൻ ആളാകാൻ വേണ്ടി, അങ്ങനെയല്ലോ, അതാണ് റിയായൻ വസംഅ, ആളാകാൻ വേണ്ടിയാണ് ഈ മനുഷ്യൻ എഴുന്നേറ്റ് നിന്നിട്ട് ഇത് പറഞ്ഞതെങ്കിൽ, കളവായ കാര്യം
ആളാകാൻ വേണ്ടി, ആൾക്കൂട്ടത്തിൽ ആളാകാൻ വേണ്ടിയാണ് ഈ മനുഷ്യനിത് പറഞ്ഞത് എങ്കിൽ ഫഅതിൽ ഉംറഹു, അവൻ്റെ ആയുസ് നീ നീട്ടിക്കൊടുക്കുക. ഇപ്പം തന്നെ മരിപ്പിക്കുന്നല്ല. ഫഅതിൽ ഉംറഹു, അവൻ്റെ ആയുസ് നീ നീട്ടിക്കൊടുക്കുക. വഅതിൽ ഫഖ്റഹു, ആയുസിനോടൊപ്പം ദാരിദ്ര്യവും നീ നീട്ടിക്കൊടുക്കുക. എന്നിട്ടോ വഅർലഹു ലിൽ ഫിതൻ, എന്നിട്ട് ആ വാർദ്ധക്യത്തിൻ്റെയും ദാരിദ്ര്യത്തിൻ്റെയും വലിയ പരീക്ഷണങ്ങൾ അദ്ദേഹം അനുഭവിക്കുമാറ് പ്രകടമാക്കി കൊടുക്കുകയും ചെയ്യ് എന്നായിരുന്നു സഅദ് റളിയല്ലാഹു അൻഹുവിൻ്റെ 3 പ്രാർത്ഥനകൾ. പ്രാർത്ഥന മുട്ടി. മഹാനായ ഈ പറയുന്ന ഉസാമത്ത് ബിൻ ഖത്താദ തന്നെ പറയുന്നുണ്ട്, സഅദിൻ്റെ പ്രാർത്ഥനയാണ് ഞാൻ അനുഭവിക്കുന്നത്. പ്രായം ചെന്ന് അങ്ങേയറ്റത്തെ നിര ബാധിച്ച് അങ്ങേയറ്റത്തെ പിച്ചും പേയും പറയുന്നൊരവസ്ഥയിലേക്ക് എത്തി. അദ്ദേഹം മദീനത്തെ അങ്ങാടിയിലൂടെ, കൂഫയുടെ അങ്ങാടിയിലൂടെ ഇങ്ങനെ നടക്കുമ്പോൾ ആളുകൾ അദ്ദേഹത്തെ വളരെയേറെ മോശമായി, പെൺകുട്ടികളൊക്കെ അദ്ദേഹത്തെ കാണുമ്പോൾ ഓടി ഒളിക്കുന്നൊരവസ്ഥയിലേക്ക് അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ നശിച്ച്. എന്നാലോ ദാരിദ്ര്യം, പരമദാരിദ്ര്യം, ഒന്നിനും വകയില്ലാത്തൊരു ദാരിദ്ര്യം. ആ ഒരു അവസ്ഥയിലേക്ക് ആ മനുഷ്യൻ ഇങ്ങനെ ജീവിതത്തിൻ്റെ എല്ലാ ഫിത്നകളും അനുഭവിച്ച്, പ്രയാസങ്ങളും അനുഭവിച്ച്, പരീക്ഷണങ്ങളും അനുഭവിച്ച് ആ മനുഷ്യൻ ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോയ സംഭവം ഫളാഇൽ സ്വഹാബ എന്ന് പറയുന്ന സ്വഹാബയുടെ ശ്രേഷ്ഠതകൾ വിവരിക്കുന്ന കിതാബിൽ നമുക്ക് വായിക്കാം. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ റിയാദ് സ്വാലിഹീനിൽ ഈ സംഭവം ഇമാം മുസ്ലിം റഹ്മഹുല്ലാഹ് ഉദ്ധരിക്കുന്ന സ്വഹീഹുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉദ്ധരിച്ചിട്ടുണ്ട്. ഞാൻ ഫളാഇൽ സ്വഹാബയിൽ നിന്നാണ് ഞാൻ ഈ സംഭവത്തെ എടുത്തുദ്ധരിച്ചത്. സഹാബാക്കളുടെ ശ്രേഷ്ഠത പറയുന്ന ആ ഗ്രന്ഥത്തിൽ സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഈ നിന്ന നിപ്പിൽ അദ്ദേഹം പ്രാർത്ഥിച്ച ഈ പ്രാർത്ഥന, അതിൻ്റെ ഫലം കണ്ടത്, ആ ഫലം അനുഭവിക്കേണ്ടി വന്ന മനുഷ്യൻ തന്നെ പിന്നീട് പറയുന്ന ചരിത്രം നമുക്ക് വായിക്കാൻ കഴിയും. ഇതാണ് ഒരാളോട് അന്യായം ചെയ്താൽ, ഒരാളോട് അനീതി ചെയ്താൽ അവരിൽ നിന്ന് ഉയർന്നു പോകുന്ന പ്രാർത്ഥനയാണ് പ്രിയപ്പെട്ടവരെ ഏറ്റവും പ്രധാനമായ വിഷയം, ഏറ്റവും പ്രധാനമായ പ്രശ്നം അവിടെയാണ് എന്ന് നമ്മളൊന്ന് ഓർക്കുന്നത് നല്ലതാണ്, അതൊന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് നല്ലതാണ്. ഇനി എവിടെയും നമുക്ക് അള്ളാഹുവിൻ്റെ ദീനിന് സാക്ഷികളാകാനാണ് നമ്മൾ അള്ളാഹു തആല പറഞ്ഞയച്ചത്. വിശുദ്ധ ഖുർആൻ നമ്മളോട് പറഞ്ഞതുപോലെ എന്താണ്, നമ്മൾ ഫത്തഖുല്ലാഹ യജ്അൽ ലക്കും ഫുർഖാന എന്ന് ഖുർആനിൽ ഒരു പ്രയോഗമുണ്ട്. വ്രതം നമ്മൾ അനുഷ്ഠിക്കുന്നത് തഖ്വയുണ്ടാകാനാണ്. തഖ്വ നമ്മളെ എത്തിക്കേണ്ട ഒരു തലം സത്യവും അസത്യവും വേർതിരിച്ച് മനസ്സിലാക്കുക എന്നതാണ്. ഫുർഖാൻ, യജ്അൽ ലക്കും ഫുർഖാൻ ഖുർആനിൽ പ്രയോഗമാണ്. അപ്പോൾ വാക്കുകൾ എന്തുകൊണ്ട് പറയുന്നു എന്നതിന് അള്ളാഹുവിൻ്റെ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെ നിന്ന് കൃത്യമായി നമ്മളോട് പറയുന്നുണ്ട്. എന്താണ്, ഞാൻ എന്തുകൊണ്ടിത് പറയുന്നു? മൻ ദആ ഇലാ ഹുദ, അള്ളാഹുവിൻ്റെ സന്മാർഗത്തിലേക്ക് ആരെങ്കിലും നിങ്ങളെ ക്ഷണിക്കുന്നത് കാന ലഹു മിനൽ അജ്ർ, അതിനൊരു പ്രതിഫലം കിട്ടുമെന്ന പ്രതീക്ഷയാണ്. മിസ്ല ഉജൂറ മൻ തബിഅഹു, ആ കേട്ട വാക്കുകളെ സ്വീകരിച്ചുകൊണ്ട് അതിനെ പിന്തുടരാൻ ആരെങ്കിലുമൊക്കെ സന്നദ്ധമായാൽ ആ സന്നദ്ധമാകുന്നവരുടെ പ്രവർത്തനങ്ങളുടെ പ്രതിഫലം പോലെ ആ ഒരു പ്രതിഫലം പറയുന്ന എനിക്കും കിട്ടുമെന്നത് മാത്രമാണ് പറയാനുള്ള പ്രേരകമായ ഘടകം. ലാ യൻഖുസു മിൻ ഉജൂരിഹിം ഷൈഅ, ഇമാം മുസ്ലിം റഹ്മഹുല്ലാഹ് ഉദ്ധരിക്കുന്ന ഹദീസിൽ പ്രവാചകൻ പറഞ്ഞു, 2 കൂട്ടർക്കും പ്രതിഫലം ഒന്നും നഷ്ടപ്പെടാതെ തന്നെ, കുറഞ്ഞു പോകാതെ തന്നെ നമുക്ക് ആ പ്രതിഫലം കിട്ടും. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ ദീനിൽ സത്യവും അസത്യവും വേർതിരിയുമാറ് കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായി വേർതിരിച്ച് മനസ്സിലാക്കി പഠിപ്പിച്ചു കൊടുക്കുക എന്നത് ഉത്തരവാദിത്തമായി ഏൽപ്പിക്കപ്പെടുന്നു എന്നതാണ് പ്രിയപ്പെട്ടവരെ പറയുന്നത്. ആരെയും പരസ്പരം നമ്മൾ ചൂണ്ടുകയോ പരസ്പരം നമ്മൾ കുറ്റപ്പെടുത്തുകയോ ചെയ്യുകയല്ല. എന്നിലുള്ള ന്യൂനത, എൻ്റെ കുറവ്, എൻ്റെ പോരായ്മ, എൻ്റെ ഏതെങ്കിലും ഒരു സമയത്ത് എൻ്റെ അവിവേകം, എൻ്റെ അന്യായം, എൻ്റെ അനീതി മറ്റൊരാളെ വേദനിപ്പിച്ചിട്ടുണ്ട് എങ്കിൽ, മറ്റൊരാൾക്ക് വിഷമമായിട്ടുണ്ട് എങ്കിൽ, മറ്റൊരാൾക്ക് പ്രയാസമായിട്ടുണ്ട് എങ്കിൽ, മറ്റൊരാളോട് ഞാൻ തീർച്ചയായും എൻ്റെ നിർവഹണ സമയത്ത് നീതിപൂർവകമല്ലാത്തത് നിർവഹിച്ചു പോയിട്ടുണ്ട് എങ്കിൽ അവനവൻ്റെ പരലോകത്തേക്ക് വെക്കാൻ പാടില്ല. അവനവൻ്റെ മയ്യത്ത് കൊണ്ടുവന്ന് വെച്ചിട്ട് പുറത്തു കൊടുക്കുക എന്ന് പറയുന്ന ഒരു ശീലം, അത് തീർച്ചയായും നമ്മളുടെ നാട്ടിലുണ്ടാക്കിയെടുത്ത ശീലം മാത്രമാണ്. നമ്മൾ ഓരോരുത്തരും നമ്മുടെ റൂഹ് വിട്ടുപിരിയുന്നതിന് മുമ്പ്
നമ്മൾ ഓരോരുത്തരും നമ്മൾ പരസ്പരം പൊരുത്തപ്പെടിയിച്ച് അള്ളാഹുവിനോട് പൊരുത്തം ചോദിക്കേണ്ടതാണ് വിഷയങ്ങൾ. ഏത് പ്രശ്നങ്ങളാണെങ്കിലും, ആരോടുള്ള പ്രശ്നങ്ങളാണെങ്കിലും, എവിടെയുള്ള പ്രശ്നങ്ങളാണെങ്കിലും ഇസ്ലാം അങ്ങനെയാണത് നോക്കിക്കാണുന്നത്. ആ രൂപത്തിൽ നമ്മൾ ആ വിഷയത്തെ നോക്കിക്കണ്ടുകൊണ്ട് നമ്മുടെ ബാധ്യതകൾ, നമ്മുടെ ദൗത്യങ്ങൾ നമ്മൾ നിർവഹിക്കുക. അവസാനമായി ഒരു വാക്കുകൂടി, മഹാനായ ഉമാമ റളിയല്ലാഹു അൻഹു, മഹാനായ അബൂദർ റളിയല്ലാഹു അൻഹു, അബൂദർ വളരെ പ്രഗത്ഭനായ സഹാബിയാണ്, വളരെ ത്യാഗം ചെയ്ത സഹാബിയാണ്, വളരെയേറെ സ്വർഗം കൊണ്ട് ഒന്നിലേറെ പ്രാവശ്യം പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നാവുകൊണ്ട് പറയപ്പെട്ട സഹാബിയാണ്. ആ സഹാബി പ്രവാചകൻ്റെ അരികിൽ വന്നിട്ട് ചോദിച്ചു, കുൽത്തു, ആ സഹാബി പറയണേ, യാ റസൂലല്ലാഹ് അലാ തസ്തഅമലനി, പ്രവാചകരെ എന്തുകൊണ്ടാണ് നിങ്ങൾ എന്നെ ആമിലാക്കാത്തത്? എന്തുകൊണ്ടാണ് എന്നെ ഗവർണറാക്കാത്തത്? അധികാരമൊക്കെ കിട്ടിയല്ലോ. ആദ്യം മക്ക കാലഘട്ടത്തിൽ ഇസ്ലാം സ്വീകരിച്ച ആളാണ് കേട്ടോ. മക്ക കാലഘട്ടത്തിൽ ഇസ്ലാം സ്വീകരിച്ച ആളാണ്. മദീന കാലഘട്ടവും കഴിഞ്ഞ് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു കാലഘട്ടത്തിലാണ് അദ്ദേഹം വഫാത്താക്കുന്നത്. അപ്പോൾ റസൂലുള്ളാഹി ഓരോരുത്തർ ഗവർണറായി ഇങ്ങനെ നിശ്ചയിക്കുമ്പോൾ അബൂദർ വന്നിട്ട് പറയണേ, എന്താ എന്നെ ഗവർണറാക്കാത്തത്? അപ്പോൾ ഫളറബ ബിയദിഹി അലാ മൻകിബി, പ്രവാചകൻ എൻ്റെ ഈ ചുമലിൽ ഇങ്ങനെ തട്ടി, എൻ്റെ ഇരു തോളിലും ഇങ്ങനെ തട്ടിയിട്ട് പറഞ്ഞു, സുമ്മക്കാല, എന്നിട്ട് ഇങ്ങനെ പറഞ്ഞു, യാ ബാദർ ഇന്നക ദഈഫ്, അബൂദറെ താങ്കളൊരു ദുർബലനാണ്, വ ഇന്നഹ അമാന, ഈ ഗവർണർ എന്നൊക്കെ പറയുന്നത് വലിയ അമാനത്തുള്ള പണിയാണ്. ഞാൻ ഈ ഹദീസ് ഉദ്ധരിക്കുന്നത് വളരെ ആലോചിച്ചിട്ടാണ്. താങ്കൾ വളരെ ദുർബലനാണ്. ഉത്തരവാദിത്വം എന്ന് പറയുന്നത് വലിയ അമാനത്തുള്ള സംഗതിയാണ്. ആ അമാനത്ത് വഇന്നഹ യൗമുൽ ഖിയാമ ഖിദിയുൻ വനദാമ, ആ അമാനത്ത് അതിൻ്റെ കൃത്യതയിൽ നിർവഹിച്ചില്ലെങ്കിൽ നാളെ പാരത്രിക ലോകത്ത് അത് ഏറ്റെടുത്തവർക്ക് വലിയ നിന്ദ്യത വരുത്തും, വലിയ നാണക്കേടുണ്ടാക്കും. വന്നദാമ, വലിയ ഖേദത്തിന് കാരണമാകും, വലിയ ദുഃഖത്തിന് കാരണമാകും. ഇല്ലാമൻ അഹദഹ ബിഹഖിഹ, ആ അമാനത്ത് ഏറ്റെടുക്കേണ്ട പോലെ ഏറ്റെടുത്തില്ലെങ്കിൽ, നിർവഹിക്കേണ്ട പോലെ അതിനോടുള്ള ബാധ്യത നിർവഹിച്ചില്ലെങ്കിൽ പരലോകം വളരെ പ്രയാസകരമാകും അബൂദറെ. അതുകൊണ്ട് വഅദ്ദല്ലദീ അലൈഹി ഫിഹ, അതുകൊണ്ട് അത് നിർവഹിക്കാൻ പറ്റുന്ന ആളുകളെ ഏൽപ്പിക്കലും അവർ ഏറ്റെടുക്കലുമാണ് നല്ലത് എന്ന് അബൂദർ റളിയല്ലാഹു അൻഹുവിനോട് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ ഈ സംഭവം ഇമാം മുസ്ലിമിൽ നമുക്ക് വായിക്കാം. ഞാനിത് പറഞ്ഞെന്തിനാണെന്നറിയാം, എന്ത് കിട്ടിയാൽ ഏത് ഷർട്ടും നമ്മൾ തയ്പ്പിച്ച് വെച്ചേക്കാണ് അല്ലേ, ഏത് കുപ്പായവും തയ്പ്പിച്ച് വെച്ചേക്കാണ്, എന്ത് കിട്ടിയാലും നമ്മൾ ആ കുപ്പായത്തിൻ്റെ ഉള്ളിൽ കയറാൻ തയ്യാറാണ്. വലിയ പ്രശ്നമുണ്ടത്, വലിയ പ്രയാസം ഉണ്ടാകും, പരലോകം വലിയ ബുദ്ധിമുട്ടിലാകും. നമ്മൾ ഏറ്റെടുക്കുന്ന ദൗത്യങ്ങൾ, നമ്മൾ ഏൽപ്പിക്കപ്പെടുന്ന ദൗത്യങ്ങൾ നമ്മുടെ കീഴിലുള്ളവർക്ക് ലഭിക്കേണ്ട നീതി കിട്ടിയില്ലെങ്കിൽ, അവർക്ക് കിട്ടേണ്ട ഹക്ക് കിട്ടിയില്ലെങ്കിൽ ഇതൊക്കെ നാളെ പരലോകത്ത് വലിയ പ്രശ്നങ്ങളായി മാറും. ഞാൻ ആരും ഭീഷണിപ്പെടുത്തല്ല, ഇത് പേടിക്കേണ്ടതാണെന്ന് പറയാനാണ് ഞാൻ ഈ വിഷയം പറഞ്ഞത്. ഇനി ഇത് ഷഹാദത്തിനെ ബാധിക്കും. ഞാൻ വിഷയം കൊടുത്തത് ഇങ്ങനെയല്ല, ഞാൻ സാമൂഹ്യനീതി ഇസ്ലാമിൽ നിന്നുള്ളൊരു വിഷയമല്ല കൊടുത്തേക്കണേ. ഇസ്ലാമിലെ നീതി നഷ്ടപ്പെട്ടാൽ അത് നമ്മുടെ ഷഹാദത്തിനെ പോലും ബാധിക്കും. അത് അങ്ങനെ തന്നെ നമ്മൾ പഠിക്കേണ്ടത്. ഖുർആൻ സൂറ ആൽ ഇംറാൻ നിങ്ങളെടുത്ത് വെച്ച് വായിച്ചോ, 18-ാമത്തെ ആയത്ത്, ഷഹിദല്ലാഹു അന്നഹു ലാ ഇലാഹ ഇല്ലാ ഹുവ വൽ മലായികത്തു വ ഉലുൽ ഇൽമി ഖായിമൻ ബിൽ ഖിസ്ത്. അള്ളാഹു സാക്ഷ്യം വഹിച്ച വചനമാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. വൽ മലായികത്തു, വാനലോകത്തുള്ള അള്ളാഹുവിൻ്റെ മാലാകമാർ മുഴുവൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വചനത്തിന് സാക്ഷിയായിട്ടുണ്ട്. വ ഉലുൽ ഇൽമി, അല്ല നിർത്തിയില്ല, വ ഉലുൽ ഇൽമി, അറിവുള്ളവരും സാക്ഷിയായി എന്ന് പറഞ്ഞിട്ട് അല്ല നിർത്തിയില്ല, ഖായിമൻ ബിൽ ഖിസ്ത്, നീതിമാന്മാരായ അറിവുള്ളവരും ഇതിന് സാക്ഷികളാകുന്നതാണ്. മഹാനായ ഉമർ മൗലവി അദ്ദേഹത്തിൻ്റെ ഫാത്തിഹയുടെ തീരത്ത് ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന പുസ്തകത്തെ ആയത്തിൻ്റെ തഫ്സീറിൽ അദ്ദേഹം പറയുന്നു, എത്ര കിതാബ് ഓതി പഠിച്ചിട്ടും കാര്യമില്ല, എത്ര വലിയ അറിവുള്ളവനായിട്ടും കാര്യമില്ല, എത്ര വലിയ പ്രസിദ്ധി നേടിയിട്ടും കാര്യമില്ല, നമുക്ക് നീതിബോധമെന്ന് പറയുന്നത് ആ അറിവിനോട് ചേർത്ത് വെച്ചാൽ മാത്രമേ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതിൻ്റെ പൊരുള്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതിൻ്റെ അർത്ഥം,
അതുകൊണ്ട് എന്താണ് വിവക്ഷിക്കപ്പെടുന്നത് എന്ന് നമുക്ക് മനസ്സിലാകൂ. നമ്മളെല്ലാവരും ചോദിക്കാറില്ലേ, എന്തോരം ആലിമീങ്ങളാണ് ജീവിച്ചു പോയത്, എന്തോരം വലിയ വലിയ പ്രഭാഷകന്മാരാണ് ജീവിച്ച് അല്ലെങ്കിൽ പ്രസംഗിച്ചു കൊണ്ടിരിക്കുന്നത്, അവർക്കൊന്നും ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് മനസ്സിലായില്ല, അവർക്കൊന്നും ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് തിരിഞ്ഞില്ല. തിരിയൂല എന്നാണ് പറഞ്ഞത്. ഉലുൽ ഇൽമി ഖായിമൻ ബിൽ ഖിസ്ത്. ഇസ്ലാമിൻ്റെ നീതിബോധത്തിലേക്ക് നമ്മൾ വരുമ്പോൾ മാത്രമാണ് പ്രിയപ്പെട്ടവരെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ഷഹാദയുടെ കലിമ, അതിൽ അജണ്ടകൾ വേറെ വരരുത്, അജണ്ടകൾ കൂടെ വരരുത്, അജണ്ടകൾ കൂട്ടിച്ചേർക്കരുത്. കൂട്ടിച്ചേർത്താൽ പോകും. ദുനിയാവിൻ്റെ അജണ്ടകൾ വന്നാൽ പോകുന്നത് ഷഹാദയുടെ കലിമയുണ്ടാ. അങ്ങനെ പോയല്ലോ, അങ്ങനെ പോയവരുണ്ടെന്ന് നമ്മൾ വിശ്വസിക്കുന്നില്ലേ? അങ്ങനെ പോയവരല്ലേ ജിന്നിലേക്ക് പോകണത്, അങ്ങനെ പോയവരല്ലേ അതിവാദങ്ങളിലേക്ക് പോകണത്, അങ്ങനെ പോകുന്നവരല്ലേ ജിന്നുകളായിട്ടുള്ള ആളുകൾക്ക് അദൃശ്യമായിട്ട് നമ്മളെ ഉപദ്രവിക്കാനോ ദ്രോഹിക്കാനോ നമുക്ക് അസുഖം വരുത്താനോ നമുക്ക് പ്രയാസങ്ങൾ ഉണ്ടാക്കാനോ സാധിക്കുമെന്ന് പറഞ്ഞിട്ട് അത് കേട്ടിട്ട് അത് അക്ഷരവായനയാണ് എന്ന് പറയുമ്പോഴും അതിനോട് സലാം പറയാതെ അവിടെ തന്നെ നിൽക്കേണ്ടി വരുന്നത് എന്തുകൊണ്ടാ? നീതിബോധം നഷ്ടപ്പെടുന്നതുകൊണ്ടാ. നീതിബോധത്തിന് സാക്ഷികളായി നിൽക്കുമ്പോഴാണ് ഷഹാദത്തിൻ്റെ കലിമയെ നമുക്ക് കൃത്യമായിട്ട് നമുക്ക് അതിൻ്റെ ആ കൃത്യതയിൽ മനസ്സിലാക്കിയിട്ട് അതിന് സാക്ഷ്യം വഹിക്കാൻ കഴിയുക. അത് അല്പാൽപമായി ചോർന്ന് പോയാൽ ഒരു പക്ഷേ ഒരു സുപ്രഭാതത്തിൽ ഷഹാദയുടെ കലിമയിൽ നിന്ന് നമ്മൾ പുറത്തേക്ക് പോകുന്ന ഒരു വിശ്വാസധാരയിലേക്ക് ഒരു അങ്ങനത്തെ ഒരു വിശ്വാസ തെറ്റുകളിലേക്ക് ഏത് നിമിഷവും വേണമെങ്കിൽ നമ്മൾ മൂക്ക് കുത്തി വീഴാം എന്ന് മനസ്സിലാക്കിക്കോ. എന്നിട്ട് അല്ലാഹു തആല പറയണേ, ലാ ഇലാഹ ഇല്ലാ ഹുവ അൽ അസീസുൽ ഹകീം. പ്രതാപവാനും യുക്തിമാനുമായ അല്ലാഹുവല്ലാതെ വേറൊരു ഇലാഹുമില്ല, വേറെ ഉലൂഹിയത്തിൻ്റെ അർഹതപ്പെട്ട, ഇബാദത്തിന് അർഹതപ്പെട്ട, ദുആഇന് അർഹതപ്പെട്ട വേറെ ഒരുവനുമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ആയത്ത് അല്ലാഹു തആല അവസാനിപ്പിച്ചത്. ഇത് വളരെ ഗൗരവമുള്ള വിഷയമാണ്. നമ്മൾ നമ്മുടെ നീതിയെ അള്ളാഹുവിൻ്റെ ഷഹാദയുടെ കലിമയുമായി ബന്ധിപ്പിച്ചിട്ടാണ് അല്ലാഹു തആല ഈ വിഷയത്തെ പഠിപ്പിക്കുന്നത്. ശുഹദാ അലില്ല, അള്ളാഹുവിൻ്റെ ഷഹാദത്തിലേക്ക് ചേർത്തിട്ടാണ് അല്ലാഹു തആല പഠിപ്പിക്കുന്നത്. ശുഹദാ അബിൽ ഖിസ്ത്, നീതിയെ സാക്ഷിത്വവുമായി ബന്ധിപ്പിച്ചുകൊണ്ടാണ് ആ വാക്കുകളിലൂടെയാണ് ഖുർആൻ നമ്മളെ മുമ്പിലേക്ക് വെക്കുന്നത്. അത് കൃത്യമായി മനസ്സിലാക്കിയ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ നീതിക്ക് വിരുദ്ധമായി തൻ്റെ ജീവിതത്തിൽ എവിടെയും ഒരാളോടും ഒരിക്കൽ പോലും ഒരു വാക്ക് പോലും, ഒരു അന്യായത്തിൻ്റെ വാക്ക് പോലും അവിടുന്ന് പറയാൻ വേണ്ടി മുതിർന്നിട്ടില്ല, ചെയ്യാൻ വേണ്ടി പ്രവർത്തിച്ചിട്ടില്ല. അവിടുത്തെ സ്വഹാബ കിറാമകൾ അതിൻ്റെ ഗൗരവം മനസ്സിലാക്കി അത് ലോകത്ത് കാഴ്ചവെച്ചപ്പോഴാണ് ഇസ്ലാം ലോകത്ത് ഏറ്റവും തിളക്കമുള്ള ഏറ്റവും സുവർണ കാലഘട്ടമായ ആ കാലഘട്ടമായിട്ട് ഇസ്ലാമിനെ നമുക്ക് ലോകത്തേക്ക് ഉയർത്തി കാണിക്കാൻ കഴിയുന്നത്. മഹാനായ ഉമർ ബിനുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ ഗാന്ധിജി ഇഷ്ടപ്പെട്ടു എന്ന് നമ്മൾ പറയുമ്പോൾ, മഹാനായ ഉമർ ബിനുൽ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹുവിൻ്റെ നീതിബോധം എന്നും നമ്മൾ ഏറ്റവും അഭിമാനത്തോടു കൂടി പറയുമ്പോൾ അതിൻ്റെ താവഴിയിൽ നിൽക്കുന്ന നമുക്ക് ആ നീതിബോധം നഷ്ടപ്പെടാതെ കാത്തു സൂക്ഷിക്കാനുള്ള ബാധ്യത, ആ നീതിബോധത്തിന് വിരുദ്ധമായ ഒന്നും പ്രവർത്തിക്കില്ല എന്ന പ്രതിജ്ഞയെടുക്കാനുള്ള കടമ എനിക്കുണ്ട്, നമുക്കുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. പ്രിയപ്പെട്ടവരെ, അല്ലാഹു തആല ഞാൻ ഈ പറഞ്ഞ വാക്കുകളിൽ എവിടെയെങ്കിലും ഏതെങ്കിലും മേഖലകളിലോ വിഷയങ്ങളിലോ സംസാരങ്ങളിലോ പ്രവർത്തനങ്ങളിലോ തിരുത്താനുണ്ടെങ്കിൽ തിരുത്താനുള്ള മഹാസൗഭാഗ്യം എൻ്റെ ജീവിതത്തിൽ ഞാൻ ആരോടെങ്കിലും എവിടെയെങ്കിലും എന്തെങ്കിലും തിരുത്താനുണ്ടെങ്കിൽ അത് തിരുത്താനും, അങ്ങനെ നമുക്ക് ഇരു കൂട്ടർക്കും ഇത് നാളെ പാരത്രിക ലോകത്തേക്ക് പ്രയോജനകരമായ ഒരു സംസാരമായി അല്ലാഹു തആല മാറ്റിത്തീർക്കുമാറാകട്ടെ. അങ്ങനെ അവൻ്റെ അനുഗ്രഹീതമായ സ്വർഗീയ ആരാമങ്ങളിലേക്ക് എത്തപ്പെടുന്നവരോടൊപ്പം അല്ലാഹു തആല നമ്മളെ ചേർത്ത് നിർത്തി നമ്മളോട് കരുണ ചെയ്യുമാറാകട്ടെ. വലിയ പ്രതിസന്ധികൾ നിറഞ്ഞ, വലിയ പ്രശ്നങ്ങൾ നിറഞ്ഞ, കലുഷിതമായ ഒരു വർത്തമാനകാല ലോകത്തിലൂടെയാണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. അള്ളാഹുവാണ് സമാധാനം,
അവനിൽ നിന്നാണ് സമാധാനം, അവനിലേക്കാണ് എല്ലാ സമാധാനവും അടങ്ങുന്നത്. അവൻ നമ്മളെ ക്ഷണിച്ചുകൊണ്ടിരിക്കുന്നതും ഏറ്റവും വലിയ സമാധാനത്തിൻ്റെ ഗേഹത്തിലേക്കാണ്. ദുനിയാവിലും ആഖിറത്തിലും ആ സമാധാനം അനുഭവിക്കാൻ സാധിക്കുന്ന യഥാർത്ഥ വിശ്വാസികളിൽ എപ്പോഴും അല്ലാഹു തആല നമ്മളെ നിലനിർത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സംഭവിച്ചു പോയ എല്ലാ ചെറുതും വലുതുമായ പാപങ്ങളെ അല്ലാഹു തആല നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നമ്മുടെ പരിശ്രമങ്ങൾ അല്ലാഹു തആല മഹത്തരമായ പദവികളോടുകൂടി, മഹത്തരമായ പ്രതിഫലത്തോടുകൂടി, അതിനേക്കാളേറെ അവൻ്റെ പാപമോചനത്തിന് നിമിത്തമാകുന്ന പ്രവർത്തനങ്ങളായി അംഗീകരിച്ചുകൊണ്ട് അല്ലാഹു തആല സ്വീകരിക്കുമാറാകട്ടെ. നമ്മൾ ഈ വന്നതും, നമ്മൾ ഈ കണ്ടതും, നമ്മൾ ഈ ഇരുന്നതും, നമ്മൾ ഈ സംസാരിച്ചതും, നമ്മൾ പരസ്പരം നമ്മുടെ സ്നേഹബന്ധങ്ങൾ നിലനിർത്തുന്നതുമൊക്കെ അള്ളാഹുവിന് പൊരുത്തമുള്ളതായി അല്ലാഹു തആല സ്വീകരിക്കുമാറാകട്ടെ. അവൻ്റെ അർശിൻ്റെ ചുവടുകളിലും അവിടെ നിന്ന് അവൻ്റെ സ്വർഗീയ ആരാമങ്ങളിലേക്കും എത്തപ്പെടാനുള്ള മഹാസൗഭാഗ്യമായി അവൻ്റെ ദീനിൻ്റെ മാർഗത്തിലുള്ള നിഷ്കളങ്കമായ പ്രവർത്തനങ്ങൾ അല്ലാഹു തആല സ്വീകരിക്കുകയും അങ്ങനെ നിഷ്കളങ്കമായ പ്രവർത്തനമായി അല്ലാഹു തആല നമ്മുടെ പ്രവർത്തനങ്ങളുടെ നിയ്യത്തുകളെ നിലനിർത്തി തരികയും ചെയ്യുമാറാകട്ടെ. എല്ലാവിധ മോശമായ, ചീത്തയായ, ദുഷിച്ച, ഐഹികമായ ലക്ഷ്യങ്ങളെ മറപിടിച്ച് അള്ളാഹുവിൻ്റെ ദീനിനെ കൊണ്ടു നടക്കുന്ന ഒരവസ്ഥയിൽ നിന്ന് എപ്പോഴും അല്ലാഹു തആല നമ്മളെ കാത്ത് സംരക്ഷിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഇന്നാ നതവക്കലു അലാ കുല്ലി ഹാലിന വഅലാ കുല്ലി ഉമൂരിന ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് അലൈക തവക്കൽനാ വഇലൈക നുനീബ് അല്ലാഹുമ്മ തഖബ്ബൽ ദുആഅനാ വഅഅമാലനാ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം റബ്ബനാ وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين وارحمنا يا أرحم الراحمين فانصرنا على القوم الكافرين نجنا مما نخاف ونحذر رب ارحمهما كما ربونا صغارا ربنا زدنا علما نافعا وعملا متقبلا ورزقا حلالا طيبا ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين 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 برحمتك وبفضلك يا أرحم الراحمين.